പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രണ്ട് വിഷയാവതരണങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞത്. കേരളത്തിൻ്റെ ഒരു നാടക ചരിത്രത്തിൻ്റെ പൊതുവായുള്ള ഒരു സമഗ്ര വീക്ഷണം ആണ് ആദ്യം കഴിഞ്ഞത്. പിന്നെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നാടക ധാരയായ ഇടതുപക്ഷ നാടകവേദി എന്ന ഒരു വിഷയത്തിലുള്ള രണ്ട് അവതരണങ്ങൾ. അപ്പോൾ എപ്പോഴും ചരിത്രത്തെക്കുറിച്ച് ഉള്ള പ്രധാനപ്പെട്ട ആക്ഷേപം അത് മേലാളരുടെയും അധികാരിവർഗത്തിൻ്റെയും ചരിത്രമായിരിക്കുമെന്നാണ്. അപ്പോൾ കേരളത്തിൻ്റെ നാടക ചരിത്രം എടുത്തു നോക്കിയാൽ, ഏറെക്കുറെ എല്ലാ നാടക ചരിത്രങ്ങളും എടുത്തു നോക്കിയാൽ ചില ഒഴിവാക്കലുകൾ നമുക്ക് കാണാൻ പറ്റും. അത് കവിതാ സാഹിത്യ ചരിത്രം എടുത്തു നോക്കിയാലുണ്ട്, അതേപോലെ കഥാസാഹിത്യ ചരിത്രം പൊതുവെയും അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രം ഒക്കെ എടുത്തു നോക്കിയാലും ചില മേഖലയെ കൂടുതൽ പൊലിപ്പിക്കുകയും ചില മേഖലകളെ ആക്കുകയും ചെയ്യുന്ന ഒരു ചരിത്ര രചനയാണ് ഉള്ളത്. അപ്പോൾ നാടക ചരിത്രം അതുപോലെ തന്നെയാണ്. കേരളത്തിൻ്റെ നാടകചരിത്രം എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട ഒരു ധാരയാണ് ഇസ്ലാമിക നാടകവേദി എന്ന്. അപ്പോൾ നമ്മൾ പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കിയതാണ് അവസാനം ഇസ്ലാമിക ഗാനധാര എന്ന്. ഇപ്പോൾ ഏറെക്കുറെ അതെല്ലാവരും അംഗീകരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്, അത് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ഗാനധാര എന്നൊരു സ്ട്രീം മലയാളത്തിൻ്റെ കാവ്യ സരിത്തിൽ ഉണ്ട് എന്നുള്ളത്. അതേപോലെ നമ്മൾ മുൻപ് ഇസ്ലാമിൻ്റെ നാടക ബോധം എന്നുള്ള വിഷയത്തിൽ ഒന്ന് രണ്ട് വെബിനാറുകളൊക്കെ മുമ്പ് തനിമ തന്നെ നടത്തിയിട്ടുണ്ട്. ഒരു വലിയ ചരിത്രം, ഇപ്പോൾ പ്രത്യേകിച്ച് റഫീഖ് പോത്തുകലിനെ പോലെയുള്ള ആളുകൾ 1960കളിൽ തന്നെ നാടകത്തെക്കുറിച്ചുള്ള ആലോചനകൾ, അതായത് സമാന്തര നാടകവേദി എങ്ങനെ ആകണം എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിസിബിലിറ്റി കുറവാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് അവതരിപ്പിക്കപ്പെട്ട ഇടങ്ങൾ, അത് അവതരിപ്പിച്ച സ്ഥാപനങ്ങൾ, സംഘടനകൾ, ഇതൊക്കെ ഒരു പൊതു പ്രത്യക്ഷത്തിൽ ഇല്ലാത്തവയായിരുന്നു. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ വിദ്യാർത്ഥി ബഹുജന യുവ സംഘടനകളുടെ ആഭിമുഖ്യത്തിലായിരിക്കും നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ മദ്രസ ഇസ്ലാമിയ കോളേജ് വാർഷികങ്ങളിലായിരിക്കും നടന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ പൊതുവായ ഒരു പ്രത്യക്ഷപ്പെടൽ അതിനില്ല. അതുകൊണ്ട് തന്നെ ആണ് അത് ചില ചരിത്ര രചനകളിൽ കാണാതെ പോയതും. അപ്പോൾ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും 1970കളിൽ ശക്തമാവുകയും 60കളുടെ അവസാനത്തിൽ തുടരുകയും 70കളിൽ അതൊരു മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുകയും 80കളിലും 90കളിലും അത് പ്രധാന കേരളത്തിൻ്റെ നാടകാസ്വാദന രംഗത്ത് ശക്തമായ ഒരിടം സ്ഥാപിക്കുകയും ചെയ്ത, പിന്നെ 2000 ഇങ്ങോട്ട് ഏറെക്കുറെ ക്ഷയിച്ചു എന്ന് പറയാവുന്ന രീതിയിൽ ഉള്ള ഒരു നാടകധാരയാണ് ഇസ്ലാമിക നാടക വേദി എന്ന് പറയുന്നത്. അതിനൊരു കുറവുണ്ട്. ആ കുറവ് അത് ഇടതുപക്ഷ നാടകവേദിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ നാടക സ്വഭാവങ്ങളുടെ അതിൻ്റെ ഒരു ദൃശ്യഭാഷയും രചനാ സങ്കേതവും ഉപയോഗിച്ച് രചിക്കപ്പെട്ടതായിരുന്നു. അത് എല്ലാവരുടെയും നാടകത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഇതിൽ അവതരിപ്പിച്ച കുറേ നാടകകൃത്തുക്കളുണ്ട്. അതിൻ്റെ പ്രാതിനിധ്യ സ്വഭാവത്തിലാണ് 3 പേരെയും ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് കുറച്ചെങ്കിലും അതിൽ നിന്ന് തെന്നി മാറാൻ ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ജാബിർ സുലൈമിൻ്റെ നാടകങ്ങൾ, തെരുവ് അവതരണങ്ങളാണ് നിലനിൽക്കുന്ന പാറ്റേണിനെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ വളരെ ശക്തമായി തന്നെ ഈ രംഗത്ത് നിലനിൽക്കുമ്പോഴും നിലവിലുള്ള നാടകരചനയുടെയും അതിൻ്റെ അവതരണത്തിൻ്റെയും അതേ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതേ രചനാരീതി ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ ഹിക്മത്തൊക്കെ പറഞ്ഞ നമ്മുടെ ഒരു വിമോചന ഭാഷയെ, വിമോചന ദാർശനികതയെ, ആത്മീയതയെ നാടകങ്ങളിലൂടെ ഉണർത്തി കാണിക്കാൻ ശ്രമിച്ചതാണ് അബൂ റഫീഖ് പോത്തുകല്ലും സലാം കൊടിയത്തൂരൊക്കെ. എന്താണ് ജമാഅത്തെ, ഞാൻ സലാം കൊടിയത്തൂരിൻ്റെ നാടക തൊട്ട് ഫിലിം വരെയുള്ള വ്യത്യസ്ത കാലഘട്ടത്തിലുണ്ടായ രചനകളെ മൊത്തം ജമാഅത്തെ ഇസ്ലാമിയുടെ രചനയും ഈ സാമൂഹിക ഇടപെടലുകളുമായി ചേർത്ത് നിർത്തിയിട്ടുള്ളൊരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ ഹലാൽ സിനിമ എന്ന എഡിറ്റഡ്, ഞാനും കെ അഷ്റഫും കൂടെ എഡിറ്റ് ചെയ്ത ഹലാൽ സിനിമ എന്ന ആ പുസ്തകത്തിൽ ആ ലേഖനമുണ്ട്. ഒരു 3 പതിറ്റാണ്ടുകളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന കേരളത്തിൻ്റെ സാമൂഹിക ഭൂമികയിൽ എന്തു മാറ്റമാണ് കൈവരിച്ചത്, ആ മാറ്റത്തോടൊപ്പം ഒരു ദൃശ്യഭാഷയിലൂടെ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് കൊണ്ടുപോയ ഒരു സമാന്തര നാടകരേഖ സലാം കൊടിയത്തൂരിൻ്റെ നാടകം തൊട്ട് ടെലിഫിലിം സിനിമകളിൽ വരെ കാണാൻ പറ്റും.
അപ്പോൾ നമ്മളോട് 3 പേരാണ് ഇവിടെ ഉള്ളത്. 3 കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണുള്ളത്. കേരളത്തിൻ്റെ ഇസ്ലാമിക നാടകവേദിയെ നമുക്ക് 3 കാലങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. അത് ഒന്നാമത്തേത് റഫീഖ് പോത്തുകല്ല് എന്ന ഒരുപക്ഷെ എൻ്റെയും ഹിക്മത്തിൻ്റെയും ബിൻസിയുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ പറഞ്ഞത്, നിങ്ങൾ ഒട്ടേറെ മേക്കപ്പ് ഇട്ട് കൊടുത്ത സെമിയിൽ നമ്മൾ വിട്ടു പോയി എന്നാണ്. ഞങ്ങളുടെ മുഖത്ത് കുറേ മേക്കപ്പ് ഇട്ട് തന്ന് ഞങ്ങളെ നാടകം പഠിപ്പിച്ച് അവതരിപ്പിച്ച് ഒട്ടേറെ രാത്രികൾ, ഉറക്കമിളച്ച രാത്രികൾ, ഒട്ടേറെ വാർഷികങ്ങളിൽ കേരളത്തിലെ എല്ലാ മദ്രസകളിലും ഇസ്ലാമിക കോളേജുകളിലും നാടകം, സംഗീതശില്പം, ഹാസ്യ ഒപ്പന മുതൽ ടാബ്ലോ വരെ, മോണോ ആക്ട്, പ്രച്ഛന്ന വേഷം തുടങ്ങി എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ആൾറൗണ്ടർ കലാകാരനായിരുന്നു റഫീഖ് പോത്തുകല്ല്. ഈ ചെറിയ മനുഷ്യനുണ്ടല്ലോ, അയാൾ കേരളത്തിൻ്റെ ഇസ്ലാമിക നാടകവേദിയിലുണ്ടാക്കിയ വിപ്ലവം ചെറുതൊന്നുമല്ല. SIOൻ്റെ 1ാം അഖിലേന്ത്യാ സമ്മേളനം, 1ാം സംസ്ഥാന സമ്മേളനം, രണ്ടിലും കലാപരിപാടികളുടെ പ്രധാന നെടുന്തൂൺ റഫീഖ് പോത്തുകല്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒതുങ്ങിക്കൂടി ജീവിക്കണം. പക്ഷെ ഒരു കാലത്ത് ഞങ്ങളെല്ലാം കലാരംഗത്തേക്കും സാഹിത്യരംഗത്തേക്കും പ്രചോദിപ്പിച്ചതിൽ അബൂ റഫീഖ്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് റഫീഖ്, അബൂ റഫീഖ് പോത്തുകലിനുള്ള പങ്ക് ചെറുതല്ല. അപ്പോൾ ഒന്നാമത്തെ പ്രതിനിധി നൃത്തത്തിൽ ആ കാലത്തിൻ്റെ പ്രതിനിധിയായിട്ട് റഫീഖ് പോത്തുകല്ലാണ് നമ്മോടൊപ്പം ഉള്ളത്. രണ്ടാമത് അതിൻ്റെ തുടർച്ചയായിട്ട് ആധുനിക നാടകവേദിയുടെ സങ്കേതങ്ങളും രചനാശൈലി ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി പോലെയുള്ള നമുക്കെല്ലാം അറിയുന്ന, അതൊക്കെ ആദ്യ നാടകരൂപമുണ്ട് അതിൻ്റെ, എന്നിട്ടാണ് അത് സിനിമ രൂപത്തിലേക്ക് വരുന്നത്. അതിൻ്റെയൊക്കെ സംവിധാനിച്ചിരുന്ന കുറേ ആ ഒരു നാടക രചനാ ശൈലിയിലും ജനപ്രിയമായ അവതരണ ശൈലിയിലും നാടകങ്ങളിൽ നിന്നും ടെലിഫിലിമിലേക്ക് വരെ വളർന്ന സലാം കൊടിയത്തൂരാണ് രണ്ടാമത്തെ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഇവിടെ വരുന്നത്. ആ രംഗത്ത് വർക്ക് ചെയ്ത റഫീഖ് പോത്തുകലിനോടൊപ്പം വർക്ക് ചെയ്ത വേറെ കുറേ ആളുകളുണ്ട് കേട്ടോ, അവരൊക്കെ നമ്മളിങ്ങോട്ട് കൂട്ടിയിട്ടില്ല. അതേപോലെ സലാം കൊടിയത്തൂരിൻ്റെ സമാന്തരമായി നാടകങ്ങൾ ചെയ്ത കുറേ ആളുകളുണ്ട്, അവരെയും നമ്മൾ വിളിച്ചില്ല. മൂന്നാമത്തെ ഒരു ഘട്ടമാണ് ജാബിർ സുലൈം പ്രതിനിധീകരിക്കുന്നൊരു ഘട്ടം. അത് കുറേ കൂടെ പുതിയ ഒരു നാടക സങ്കേതങ്ങൾ, പ്രത്യേകിച്ച് തെരുവ് നാടകങ്ങളിൽ, എനിക്ക് ശാന്തപുരത്തെ കോളേജിൽ നിന്ന് തുടങ്ങി അവസാനം SIOൻ്റെയും സർഗസംഗമത്തിൻ്റെയും സോളിഡാരിറ്റിയുടെയും സംവേദനവേദിയുടെ ഒക്കെ ഒട്ടേറെ തെരുവ് നാടകങ്ങൾ, ഞാനും ഇക്കുമത്തൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടേറെ സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക രചനാ ശൈലി ഉപയോഗിച്ചിട്ട് പാരഡിയുടെയും പാസ്റ്റിഷിൻ്റെയും, നാളെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇക്കുമത്തുള്ള വിശദീകരിക്കും. എന്താണ് പാരഡി, എന്താണ് പാസ്റ്റിഷൻ. ഈ പാരഡിയുടെയും പാസ്റ്റിഷിൻ്റെയും സുന്ദരമായ അവതരണങ്ങളിലൂടെ ഒട്ടേറെ നാടകങ്ങൾ രചിച്ച് സംവിധാനിച്ച് അവതരിപ്പിച്ച ആളാണ് ജാബിർ സുലൈം. അപ്പോൾ ഈ 3 ആളുകളെയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. നമ്മളെല്ലാവരും ഇവരോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അവരങ്ങനെ ഈ രംഗത്ത് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകളൊന്നുമല്ല. അപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം. അവർ തുടക്കത്തിൽ ഇതിൻ്റെ ഒരു അനുഭവം, ഓർമ്മ എന്നൊക്കെയാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഉയരെഴുത്തിൻ്റെ ദർശനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കേരളത്തിൽ ഇപ്പോൾ യുവതലമുറയിൽ ശാന്തപുരത്തു നിന്നൊക്കെ നല്ല നാടകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഷമീമിനെ പോലെയുള്ള, ഐമനെ പോലെയുള്ള കുട്ടികൾ നല്ല നാടകരചന നടത്തുകയും മുനീബിനെ പോലെയുള്ള ആളുകൾ ഈ രംഗത്ത് മറ്റൊരു സമാന്തര രേഖ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറം മദിനിതിമാല പോലെ പുതിയ അവർ ചിട്ടപ്പെടുത്തുന്ന നാടകങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ചരിത്രം എന്ത്, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, നമ്മൾ ഏതൊരു രീതിയിലേക്കാണ് നമ്മുടെ നാടക ദർശനം വികസിക്കേണ്ടത് എന്നാണ് ഈ ചർച്ചയിലൂടെ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ മുനീബ് തൊട്ട് ഷമീം വരെ, ഞാൻ 2 തലമുറ, അല്ലെങ്കിൽ ഷമീം തൊട്ട് മുനീബ് വരെ, ജബ്ബാർ പെരിന്തൽമണ്ണ വരെ നിലനിൽക്കുന്ന നമ്മുടെ തന്നെ പല ഏജുകളിലുള്ള നാടക അവതരണ രൂപങ്ങളെ ഈ സെഷൻ സ്വാധീനിക്കണം എന്ന് വിചാരിക്കുന്നു. ആ ഒരു രീതിയിലാണ് തുടങ്ങുന്നത്. ഓക്കെ, ഞാൻ റഫീഖ് സാഹിബിനോട് തന്നെ ചോദിച്ചു തുടങ്ങാം. ഒരു നാടകം കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് നാടകം ഉണ്ടാവുക, നാടകം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ കോട്ടൺ നാടകം, സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന നാടകം ഉണ്ടാവുക എന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഈ ചേന്നമംഗലൂരിൽ ഒരു മതത്തിലെ തന്നെ ഒരു വിഭാഗം നാടകം കളിക്കുന്നത് ഇസ്ലാമികമാണോ എന്ന് ചോദിക്കുന്നൊരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഒരു നാടക ദർശനത്തെ രൂപപ്പെടുത്തുന്നതിന് റഫീഖ് പോത്തുകല്ലിൻ്റെ അവതരണങ്ങളാണ് സഹായത്തിൽ. ആ ഒരു കാലത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് റഫീഖ് സാഹിബ്.
അസ്സലാമു അലൈക്കും. 1970 കാലത്താണ്. അന്ന് ഞാനൊരു മദ്രസയിലെ മൗലിയരായിരുന്നു, മദ്രസ അധ്യാപകനായിരുന്നു. അങ്ങനെയാണ് ഐ എസ് എൽ എന്നൊരു വിദ്യാർത്ഥി സംഘടന എൻ്റെ ജമാഅത്തിന്, ഐഡിയ സ്റ്റുഡൻസ് ലീഗ്. ആ കാലത്ത് ഞങ്ങളുടെ നിലമ്പൂർ ഭാഗത്തൊക്കെ നമ്മളെ കുഞ്ഞാലി സാഹിബ് പറഞ്ഞ ഇതൊരു മനുഷ്യരാകാൻ നോക്ക് ഒരു നാടകം, ഉസ്മാൻ ഡോക്ടർ നിരീശ്വരവാദി നിർമ്മതവാദിയൊക്കെ ആയിരുന്നു. പിന്നെ നിലമ്പൂർ ആശ, നിലമ്പൂർ ബാലൻ, അവരെ കൂടെ അങ്ങനെ ഇതൊരു മനുഷ്യരാകും നോക്കുക നാടകം. അതിൽ ഇതിവൃത്തം മൂപ്പര് പറഞ്ഞു. അപ്പോൾ ഞാൻ നാടകം, ഇത് പ്രതി നാടകം, ഇതൊരു മുസ്ലിമാകാൻ നോക്ക്, ഇതൊരു മനുഷ്യനാകാൻ നോക്ക് എന്നിട്ട് ഞാൻ ഇഞ്ചൊരു മുസ്ലിമാകാം. ആദ്യത്തെ നാടകം അതാണ്. അത് ഇതിവൃത്തൊക്കെ ഏറെക്കുറെ സാമ്യത ഉണ്ട്, പക്ഷേ ഇസ്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ നാടകം എഴുതിയെങ്കിലും കൂടുതൽ സ്ഥലത്തൊന്നും അത് അവതരിപ്പിക്കാൻ പറ്റിയില്ല. ഇന്നത്തെ ജമാഅത്ത് ബുദ്ധത്തിൽ തന്നെ അതിന് എതിർപ്പാണ് വന്നത്. നാടകം, മേക്കപ്പ്, ആ താടി മീടി മേക്കപ്പ് ചെയ്യുക, വേഷം കെട്ടുക. അപ്പോൾ അന്നത്തെ പഴയ കാരണവന്മാർ, അന്ന് ഹംദർ ഹൽക്ക ഉണ്ടായിരുന്നത്, അവർ ചിലർക്ക് എതിർത്തു. അങ്ങനെ 2-3 സ്ഥലത്ത് മാത്രം അത് അവതരിപ്പിച്ചു, പിന്നെ അത് നിർത്തി. എന്നാലും അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി നാടകങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ജമാഅത്തിൻ്റെ വൃത്തത്തിൽ നിന്നുകൊണ്ടാണ്, ആ ചുമരും ചാരുന്നുകൊണ്ടാണ് രചന നടത്തിയത്. ഏകദേശം 9ഓളം നാടകങ്ങൾ ഖുർആനിക സൂക്തങ്ങളെ വെച്ചുകൊണ്ടാണ് എഴുതിയത്. അതുപോലെ തന്നെ 8-9 നാടകങ്ങൾ പ്രവാചക വചനങ്ങൾ. അപ്പോൾ നബിയുടെ വചനങ്ങളും ഖുർആനിക വചനങ്ങളും നാടകീയമായി ചിത്രീകരിക്കുക, അതാണ് പ്രത്യേകമായി ഞാൻ ചെയ്തത്. അത് പിന്നെ നാടകം മാത്രമല്ല, എല്ലാ കലകളും, ഒപ്പന, സംഗീത ശില്പം, ഇതൊക്കെ അതിൻ്റെ തനത് രൂപത്തിൽ നിന്നും അതിനെ വക്രീകരിച്ച് അതിന് ഏതെങ്കിലും ആശയപരമായ ഖുർആനികമായ ആശയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചെയ്യുക എന്നാണ് ചെയ്തത്. അപ്പോൾ അത് എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ, ഉദാഹരണം പറയാം. ഖുർആനിലൊരായത്തുണ്ട്, സൂറത്തുൽ ബഖറയിൽ, സിബ്ഗത്തുള്ള ഒമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദു. ഞാനത് 2-3 അറബി തഫ്സീറുകളും മൗദൂദ് സാഹിബിൻ്റെയും സയ്യിദ് കുത്തുബിൻ്റെ ഒക്കെ വിശദീകരണങ്ങളാണ് ഇങ്ങനെ വായിച്ചപ്പോൾ ഒരാശയം തോന്നും. അങ്ങനെ അതൊരു നാടകം ഏകാംഗ നാടകമല്ല, ഏകാംഗ നാടകം, ഒറ്റയാൾ. അധിക സ്ഥലത്ത് ഞാൻ തന്നെ അവതരിപ്പിച്ചത്, ആ കഥാപാത്രം ഞാൻ മാത്രം സ്റ്റേജിൽ, ബാക്കിയുള്ളതൊക്കെ ശബ്ദം, വെളിച്ചം, അതുപോലെ തന്നെ നിഴലിൻ്റെയൊക്കെ സഹായത്തോടു കൂടി. അപ്പോൾ അതൊരു നാടകമാക്കി. അതിൽ ഫ്രോയിഡിസം, കമ്മ്യൂണിസം, സോഷ്യലിസം, അതുപോലെ തന്നെ ഈ ഫാസിസം, ഇതൊക്കെ കൂടി ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു അതാണ് അള്ളാഹുവിൻ്റെ ഭരണത്തേക്കാൾ വർണ്ണം നൽകാൻ മറ്റാർക്ക് കഴിയും. ഇതാണ് ആയത്തിനർത്ഥം. അങ്ങനെ അതൊരു നാടകമാക്കി. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ സൂറത്തുൽ അസ്ർ, വല്ലസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അത് പിന്നെ അൽഹാഖ് മുത്തക്കാത്തുർ ഹത്താ തുർത്തുമുൽ മഖാദിർ, ഈ ആയത്ത് ഉദ്ധരിച്ച് അത് വിഷയമാക്കിക്കൊണ്ട് നാടകം. ഇങ്ങനെ ഖുർആനികമായ ചില ആശയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നാടകമാക്കി മാറ്റി. അതുപോലെ തന്നെ നബിയുടെ വചനങ്ങൾ. അപ്പോൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് എങ്ങനെ ആക്കിയെന്നുള്ളതൊക്കെ പിന്നെ പറയാം. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു ചുമരിൽ ചാരുന്നുകൊണ്ട്, ഒരു ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും ചുമരിൽ ചാരുന്നുകൊണ്ട് ഒരുപാട് ഏകദേശം 10-100 ഇനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതുള്ളൊരു കാര്യം ഒന്നും എഴുതി വെച്ചില്ല. എവിടെയെങ്കിലും പോകും, വിളിക്കും, അവിടെ ചെല്ലും, അവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കും, പിന്നെ അതെടുത്ത് അത് നോക്കുക, പിന്നെ അത് പിന്നെ പുനർനിർമ്മിക്കൊന്നും ചെയ്യുന്ന പരിപാടിയില്ല. അങ്ങനെ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. ഓക്കെ, മൂപ്പരിനോട് ആദ്യം തന്നെ പറഞ്ഞാൽ ഞാൻ അധികം പറയില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ആരെങ്കിലുമൊക്കെ ചോദിക്കും, അപ്പോൾ പറഞ്ഞാൽ മതി എന്നാണ്. അത് കഴിഞ്ഞ് മറ്റേ സലാം സാഹിബിനോട് ചോദിക്കാം. സലാം സാഹിബേ, നമ്മൾ നിങ്ങളെ നാടകങ്ങൾ, ഞാൻ നാടകം ഒന്നേ കണ്ടുള്ളൂ, നാടകമായിട്ട് കണ്ടുള്ളൂ, അത് നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കിയതാണ്. അപ്പോൾ ഈ റഫീഖ് സാഹിബിൻ്റെ ഒക്കെ നാടകത്തിൽ, നിങ്ങളുടെ നാടകത്തിനുണ്ടായിരുന്ന പ്രത്യേകത ഭയങ്കര ജനപ്രിയത ഉണ്ടായിരുന്നു. അതായത് റഫീഖ് സാഹിബ് നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ അടിസ്ഥാനമാക്കി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സാമൂഹിക വിഷയങ്ങളായിരുന്നു ഊന്നൽ. അപ്പോൾ കുറേ കൂടെ ജനകീയമായ, നമ്മുടെ വൃത്തത്തിലല്ലാത്ത ആളുകൾക്കും കണ്ടാൽ ആസ്വദിക്കാവുന്ന
ഒരു നാടക ദർശനമാണ് നിങ്ങൾ രൂപപ്പെടുത്തിയത്. നിങ്ങളുടെ ടെലിഫിലിമിലും അതുണ്ടായിരുന്നു, എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒന്ന്, വേറിട്ട് നിൽക്കുന്ന ഒന്ന് എന്നുള്ളതല്ല. അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എന്താണ്? നിങ്ങളുടെ നാടകത്തിൻ്റെ ഒരു തുടക്കം പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. അസ്സലാമു അലൈക്കും. ഞാൻ 1984 ഈ ആദ്യമായിട്ട് നാടകം അഭിനയിക്കുന്നത്. ചാനല്ലൂർ ഇസ്ലാഹിയ കോളേജിൽ 83 അവിടെ വിദ്യാർത്ഥിയായിട്ട് വന്നു. 84 അവിടുത്തെ സിൽവർ ജൂബിലി ആഘോഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് അബ്ദുള്ള സാഹിബ് ഒരു നാടകം എഴുതിയിരുന്നു, ചുവന്ന ശീല എന്ന് പറഞ്ഞിട്ട്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം. അന്ന് അവിടെ PG വരെയുള്ള കോഴ്സ് നടക്കുന്നുണ്ട്. അപ്പം AIC ഫസ്റ്റ് മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികൾ, വലിയ ഒരു താരനിര ഉള്ളൊരു നാടകമാണത്. അപ്പോൾ എല്ലാ ക്ലാസ്സിൽ നിന്നും അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികളെ അന്വേഷിച്ചിട്ട് ഓബ്ദുള്ള സാഹിബ് തന്നെ എല്ലാ ക്ലാസ്സിലും വരും. ഇവിടെ ആരാ നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളതെന്ന് ചോദിക്കും. അങ്ങനെ എൻ്റെ ക്ലാസ്സിലെത്തിയപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ കൂടി എൻ്റെ പേരാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ പോയിട്ട് പൊതുവേദിയിൽ എവിടെയും പ്രത്യക്ഷപ്പെട്ടില്ല. ആ കുട്ടികളെല്ലാം പേര് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ ഒഴിവുള്ള സമയത്ത്, ക്ലാസ്സിൽ ഒഴിവുള്ള സമയത്തും ടീച്ചേഴ്സ് വരാൻ വൈകുന്ന സമയത്തൊക്കെ വെറുതെ അവരൊക്കെ അനുകരിക്കാറുണ്ടായിരുന്നു. ശബ്ദം കൊണ്ടല്ല, ചില ഭാവങ്ങൾ കൊണ്ട്. ഇപ്പോൾ ഓബ്ദുറഹ്മാൻ സാഹിബ് മുതൽ പല ആൾക്കാർ ഞാൻ അവതരിപ്പിക്കും. ശബ്ദമല്ല, അവരുടെ ശൈലികളുണ്ടല്ലോ, അത് കുട്ടികളത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നും അവർ ചിരിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ബാറാക്കുകയും ചെയ്ത്. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഓബ്ദുള്ള സാഹിബ് വന്ന് വെച്ചിട്ട് ഇവിടെ ആരുടെ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുള്ള ചോദിച്ചപ്പോൾ എല്ലാവരും എൻ്റെ പേരാണ് പറഞ്ഞു. ഞാൻ ശരിക്കും നിന്ന് വറക്കായിരുന്നു. കാരണം ഓബ്ദുള്ള സാഹിബിനെ പോലത്തെ അധ്യാപകരെ മുന്നിലൊന്നും നമുക്ക് ഒരു നോ പറഞ്ഞ് നിൽക്കാനുള്ള ത്രാണില്ലെന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മൊത്തത്തിലൊരു അന്തർമുഖനൊക്കെ ആയിരുന്നു ഞാൻ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇത് പറഞ്ഞ ഉടനെ ഞാൻ ഇപ്പം പറഞ്ഞു, സാർ ഞാൻ അഭിനയിക്കില്ല, എനിക്ക് കഴിയില്ല. എന്നോട് പറഞ്ഞ് ക്യാമ്പ് ഉണ്ടാവും, റിഹേഴ്സൽ ക്യാമ്പ് ഉണ്ടാവും, മര്യാദക്ക് അവിടെ വന്നോളണം എന്ന് പറഞ്ഞു. പിന്നെ എതിർത്ത് പറയാൻ നിർവാഹമില്ല. അങ്ങനെ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഈ ചുവന്ന ശീലയുടെ സംവിധായകൻ RK പൊറ്റശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരു രാധാകൃഷ്ണ മാഷുണ്ടായിരുന്നു, RK പൊറ്റശ്ശേരി. അദ്ദേഹം മരിച്ചുപോയി. ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കുഞ്ഞാലി മാഷക്ക് അറിയാം. അധ്യാപകനുള്ള ദേശീയ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. അദ്ദേഹമായിരുന്നു സംവിധായകൻ. അപ്പോൾ അതിൽ ഒരു ഹാജിയാര കഥാപാത്രം ഉണ്ട്. ഈ കഥാപാത്രം പിന്നെ ചെയ്തത് അന്ന് MA പഠിക്കുന്ന PG പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് ഉള്ളത് ആചാര്യ വിളിക്കുമ്പോൾ കാലിന് കുറച്ച് വൈകല്യമുള്ള ഒരു വേലക്കാരനാണ് ഞാൻ. ആചാര്യ വിളിക്കുമ്പോൾ എന്തോ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു രംഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തോന്ന് പറയുക കേട്ടിട്ട് ആന്നും പറഞ്ഞിട്ട് പോകണം, അത്രേ ഉള്ളൂ. ഒരു പാസിംഗ് ഷോട്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുമ്പോൾ പിന്നെ ഈ PG പഠിക്കുന്ന ആൾക്ക് ഹാജിയാരുടെ ചില മാനറിസങ്ങൾക്കൊന്നും ഇവിടെ വഴങ്ങുന്നില്ല. അപ്പോൾ സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയല്ല, ഇത് ഹാജിയാരുടെ ക്യാരക്ടറാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ അനുകരിക്കുന്ന ഒരു ആളുള്ളതുകൊണ്ടും നേരത്തെ ഇങ്ങനെ കണ്ടു പരിചയങ്ങളുണ്ട്. ഞാൻ ഈ വെറ്റിലൊക്കെ അന്ന് നാടകത്തിൽ അങ്ങനെയൊക്കെയാണ്, ബനിയന്, പച്ച ബെൽറ്റ്, വെറ്റില തിന്നൽ, ഇതൊക്കെയാണ് ആചാര്യയുടെ ചില സിമ്പിൾസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിങ്ങനെ വെറ്റില തിന്നുക, ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ഈ സംസാരം ഉണ്ടല്ലോ. അപ്പോൾ വെറ്റില തിന്നുന്നതൊക്കെ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വെറ്റില എടുത്തിട്ട് അതിൻ്റെ ഞെട്ട് മുറിച്ച് കഴിഞ്ഞ് അതിൽ 100 എടുത്ത് തേച്ച് അതിന് 5-6 മടക്കാക്കിയിട്ട് അവിടെ ഉള്ളിലേക്ക് തിരിയിട്ട് ഇങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സംവിധായകൻ എന്നെ അങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. എനിക്കറിഞ്ഞൂടല്ലോ ഈ സംവിധായകരുടെ മുന്നിൽ വേറെ ആൾ സംവിധാനം ചെയ്യാൻ പാടില്ല എന്നുള്ള ഈ ബോധമൊന്നും എനിക്കില്ല. നമ്മൾ വിവരക്കേട് ചില സ്ഥലത്ത് ഉപകാരപ്പെടുന്ന ഒരു ഇത് മനസ്സിലായതാണ്. അപ്പം ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം ഇയാൾ പറയുന്നുണ്ട്, ആർക്കെ പറയുന്നത് അതുപോലെ അതുപോലെ ചെയ്യുന്നത്. ഇയാൾക്ക് എന്തായാലും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ 2-3 ദിവസം ക്യാമ്പ് നടക്കുന്ന റിഹേഴ്സൽ ക്യാമ്പിൽ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കും. പിന്നെ അവസാനം സംവിധായകനോട് പറഞ്ഞ് എടാ ഒന്ന് കാണിച്ചു കൊടുക്ക്, ഈ ഇന്നാൾ ചെയ്താൽ കാണിച്ചു കൊടുക്കുക. അപ്പം ഞാൻ പിന്നെയും കാണിച്ചു കൊടുത്ത്, അയാൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. അവസാനം ഒരു മാറ്റം വരുത്തി.
എന്നോട് ആചാരാൻ പറഞ്ഞു. ആ വേലക്കാരൻ്റെ ഷോട്ട് പോയി മറ്റേ ആൾ വളരെ സന്തോഷത്തോടെ മാറി കൊടുത്തു. അയാൾക്ക് കഴിയില്ല എന്ന് മനസ്സിലായി. എന്നോട് ആചാരം അല്ല, ആചാരം എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ടുള്ള ക്യാരക്ടറാണ്, മെയിൻ ക്യാരക്ടറാണ്. അങ്ങനെ ഞാനവിടെ ആചാര്യ മക്കത്ത് പോകാതെ തന്നെ ഒരു ഹാജരായി. അത് ആ വർഷത്തെ എന്താണ് സിൽവർ ജൂബിലി ആഘോഷത്തിലെ ബെസ്റ്റ് ക്യാരക്ടറായിട്ട്, ബെസ്റ്റ് ആക്ടറായിട്ട് ഉള്ള അവാർഡും എനിക്ക് കിട്ടി. അവാർഡ് പിന്നെ ഓഡിറ്റോറിയത്തിൽ കൂടിയ ഫംഗ്ഷനിൽ ഓബ്ദുറഹ്മാൻ സാഹിബാണ് തന്നിരുന്നത്. രാഷ്ട്രസങ്കല്പം ഇസ്ലാമിൽ നിന്നാണ് ബുക്ക് ചെയ്യുന്ന അവാർഡ്. അത് എനിക്കിപ്പോഴും വായിച്ചിട്ട് തിരിയാത്തൊരു ബുക്കാണ്, അന്നത്തെ പോട്ടെ. അപ്പോൾ ഈ പിന്നെ വായന ചടപ്പിച്ചൊരു ബുക്ക് കൂടി. ചുരുക്കി പറഞ്ഞാൽ അതാണ് എൻ്റെ അരങ്ങേറ്റം, ഈ പബ്ലിക്കിലേക്ക് വന്നൊരു അരങ്ങേറ്റം. പിന്നീട് പിറ്റേ വർഷം കോളേജിൻ്റെ സമയത്ത് കാസിം ഇരിക്കൂറില്ലേ നമ്മുടെ മാധ്യമത്തിലുണ്ടായിരുന്ന അദ്ദേഹമാണ് നമ്മളെ ഹിസ്റ്ററി അധ്യാപകനായിരുന്നു. അപ്പോൾ ഞാൻ ഈ അവാർഡൊക്കെ കിട്ടിയ ഒരു ഇതിൽ നിൽക്കല്ലേ, സ്റ്റാറായി നിൽക്കല്ലേ. അപ്പോൾ എന്നോട് വെറുതെ മുമ്പ് ചോദിച്ചു, ആക്കാൻ ചോദിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഏതായാലും എന്താ സലാം ഈ വർഷം നാടകം എഴുതുന്നൊന്നുമില്ലേന്ന് ചോദിക്കും. അപ്പോൾ അതിന് മുമ്പ് നാടകം എഴുതിയിട്ടൊന്നുമില്ലല്ലോ, അഭിനയിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ രാത്രി ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്താ സാറിപ്പം എഴുതുന്നല്ലേ എന്നാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് നാടകം എഴുതാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണോ എന്താ അപ്പം അങ്ങനെ ചോദിച്ചതെന്നൊക്കെ വെറുതെ ഇങ്ങനെ പിന്നെ ആ ചിന്തയാണ്. ഞാൻ എന്തോ അറിയില്ല, പിറ്റേ വർഷം കോളേജ് ഡേക്ക്, അതായത് 85 കോളേജ് ഡേക്ക് ഒരു നാടകം എഴുതി, കാത്തിരുന്ന നിക്കാഹ് എന്ന് പറഞ്ഞിട്ട്. അതൊരു ഏകദേശം ഒരു 3/4 മണിക്കൂർ ലെങ്ത്തുള്ളൊരു നാടകമായിരുന്നു. അപ്പോൾ ഇത് പിന്നെ കാസിം സാറിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം അത് കുറച്ച് വലുതാക്കി, ഒരു പ്രധാന നാടകമായതുകൊണ്ട് കുറച്ച് ലെങ്ത് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു സീനും കൂടി ഇടയിൽ ചേർത്തു. ഒരു അറബി കല്യാണത്തിൻ്റെ ഒരു സീന്, കുറച്ച് നീളമുള്ള സീനാണ്, അതുകൂടി ചേർത്തു. അങ്ങനെ ആ വർഷം കോളേജിലേക്ക് നാടകം രചനയും സംവിധാനവും അഭിനയവും ഒക്കെ ആയിട്ട് രണ്ടാമത്തെ അരങ്ങേറ്റം. പക്ഷെ അന്ന് കോളേജിൽ സ്റ്റേജിൽ അനൗൺസ് ചെയ്യുന്നത് സാറ് തന്നെയാണ്. അപ്പോൾ നാടക രചന സംവിധാനം എന്നൊക്കെ പറഞ്ഞിട്ട് സാറിൻ്റെ പേരാണ് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞില്ല. ആരും റെക്കോർഡ് ചെയ്യുന്നൊന്നുമില്ലല്ലോ, ആരും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല, ഓരോ യാഥാർത്ഥ്യങ്ങൾ പറയാണ്. അപ്പോൾ ഇത് അന്ന് ഈ സിമി കുറച്ച് സ്ട്രോങ് ഉള്ള സമയമാണ്, കോളേജിലൊക്കെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റേജിൽ ഇത് അനൗൺസ് ചെയ്തതോടുകൂടി കുറേ സിമിൻ്റെ ആൾക്കാരൊക്കെ കൂടി വന്നിട്ടുണ്ട്, ഈ നാടകം കളിക്കരുത്, കയറരുത് പറഞ്ഞു. ഇത് ചെയ്ത് നാടകമല്ലേ, ഇതെന്താ മൂപ്പര് പേര് പറഞ്ഞത്, അതുകൊണ്ട് എൻ്റെ പേര് പറയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനാണത് അഭിനയിക്കാൻ മുട്ടി നിൽക്കുക, എനിക്കിപ്പോൾ സംവിധാനം ആരായാലും രചന ആരായാലും പറഞ്ഞാലൊന്നും പ്രഫീക് സാഹിബ് നേരത്തെ പറഞ്ഞില്ല ഇങ്ങനെ എഴുതി കൊടുക്കും നാടകം ആരും കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പോലെ അതിനൊന്നൊരു വാല്യൂ കൽപ്പിച്ചില്ല. അതുകൊണ്ട് പിന്നെ അഭിനയിക്കണം എന്നുള്ള ഒരു മുട്ടലുണ്ടായിരുന്നത് അത്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഞാൻ അഭിനയിക്കും, കയറും, കയറാൻ പറ്റില്ല പറഞ്ഞു. എന്തായാലും അവൻ എന്തായാലും ഇവിടെ കളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അതവിടെ കളിച്ചു. എൻ്റെ പേരൊന്നും ഇല്ല കേട്ടോ അതിൽ, പക്ഷേ അഭിനയിച്ച് കളിച്ചു. കുറേ ഹാസ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നാടകം അതുകൊണ്ട് നല്ല ഹിറ്റാവുകയും ചെയ്തു. അങ്ങനെയാണ് നാടക രംഗത്തേക്ക് പേന് അഭിനയിക്കാനുള്ളതും പറഞ്ഞു, രചനൻ്റെയും പറഞ്ഞു, സംവിധാനത്തിനും പറഞ്ഞു. തുടക്കം അതാണ്. ഇനിയുള്ളത് സമയം അനുസരിച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ. ആ മൈക്ക് എന്തോ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഉണ്ടായ അടുത്ത ഘട്ടത്തെയാണ് ജാബിർക്ക പ്രതിനിധീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് തെരുവ് നാടകത്തിലാണല്ലേ നമ്മൾ ആദ്യം ചെയ്യുന്നത്, അല്ലേ? ശാന്തപുരത്തെ നിർമ്മായ കർമ്മണാശ്രീ, അതിൻ്റെ വേറൊരു പേരായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്, എന്താ തോന്നിയായ കർമ്മണാശ്രീ, അതാണ് തോന്നുന്നത് ആദ്യത്തെ. അതിന് മുമ്പുണ്ടായിരുന്നോ? ഓക്കെ. ഈ അന്ന് അപ്പോൾ നിലനിൽക്കുന്ന നമ്മുടെ പ്രസ്ഥാന വൃത്തത്തിൻ്റെ നാടക അവതരണ രീതികളൊക്കെ അവർക്കൊക്കെ അറിയാം. അതിൽ അന്നേ ഭയങ്കര ഒരു ക്രിട്ടിക്കായിട്ടാണ് ഇതിനൊക്കെ കാണുകയും ചെയ്തിരുന്നത്. എങ്ങനെയാണ് ഈ നാടകം എന്നുള്ള സാധനം നിങ്ങളെ തലയിൽ വരുന്നത്, എങ്ങനെയാണത് ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു തുടക്കമായിട്ടോ ഇതായിട്ടോ അങ്ങനൊന്നും പറയാനൊന്നും ഉണ്ടാവില്ല.
എനിക്ക് തോ തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്വഭാവത്തിൽ അങ്ങനത്തെ സംഗതികളുണ്ട്. ഞാനീ പറഞ്ഞ പോലെ തന്നെ ചേന്നമംഗലൂരിലാണ് എൻ്റെ ചെറു പ്രായങ്ങളൊക്കെ ഉള്ളത്, ഉമ്മാൻ്റെ നാട്ടിൽ. അങ്ങനെ ഈ കയ്യെഴുത്ത് മാസിക, ഈ പാട്ടുകൾ എഴുതുക, ഇങ്ങനെയൊക്കെയുള്ള ചെറുപ്രായങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ SIOൻ്റെ ഇതിലൊക്കെ അങ്ങനെയായി വന്ന്, പിന്നെ SIOൻ്റെ നേതൃത്വത്തിൽ ഇല്ലാത്ത കാലത്ത് തന്നെ നേതൃത്വത്തിലുള്ള ആളുകളായിട്ട് ഭയങ്കര അടുപ്പവും സ്നേഹവും, അങ്ങനെ ഒരു അനധികൃതമായിട്ട് നേതൃത്വവുമായിട്ട് ബന്ധം കിട്ടിയ ഒരാളാണ്. അതിൽ NMനൊക്കെ വലിയ പങ്കുണ്ട്. യൂസുഫ് സാഹിബ്, അതുപോലെ അന്ന് ഇർഷാദിയയിലെ പ്രിൻസിപ്പാളായിരുന്നു യൂസുഫ് സാഹിബ്. അവരുടെയൊക്കെ ബന്ധത്തിലൂടെ എന്തെങ്കിലും ഒരു അവരെപ്പോഴും ഇങ്ങനെയുള്ള സംഗതികൾക്ക് എപ്പോഴും നമ്മളുടെ ഈ കഴിവുകൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണം എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കഴിവുള്ള ഒരു കുട്ടീനെ, എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതൊരു നിഅമത്താണെന്നും അത് ഇങ്ങനെ നന്മക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം എന്നുള്ള ഒരു ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ, അതൊരു വലിയൊരു പ്രേരണയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്ന ഓരോ ആളുകൾക്കും കിട്ടുന്നൊരു കാര്യമായിരിക്കും തോന്നുന്നത്. പിന്നെ ഈ എഴുതി തുടങ്ങുന്നത് SIO വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായിരിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി പ്രശ്നങ്ങളിലും അതുപോലെ സാമൂഹ്യ പ്രശ്നങ്ങളിലുമുള്ള ക്യാമ്പയിനുകൾ വരും. ഈ ക്യാമ്പയിനുകൾ വരുമ്പോൾ അതിൽ എഴുതും, തെരുവ് നാടകം അവതരിപ്പിക്കും. അങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിക്കപ്പെടും. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയൂല, നാടകം എന്താണെന്നൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഒരുപക്ഷെ എനിക്കൊന്ന് പക്ഷേ റഫീഖ് സാഹിബിൻ്റെ ഒക്കെ ഉള്ള നാടകങ്ങളും ഇതൊക്കെ ഭയങ്കര കൗതുകത്തോടെ ശാന്തപുരത്തും അവിടെയും ഇവിടെയൊക്കെ വലിയ പരിപാടിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഏറ്റവും ബാക്കിൽ നിന്ന് ഇങ്ങനെ കണ്ട ഒരാളായിരിക്കും ഞാൻ. അത്രയ്ക്ക് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഇതുണ്ട്. അവിടെ ഖാലിദ് സാഹിബൊക്കെ ഉണ്ടായിരുന്നില്ല ശാന്തപുരത്തെ. അതുപോലെ ഞാൻ വടക്കാങ്ങര ഹോസ്റ്റലിൽ പഠിച്ച സമയത്ത് ഒരു ഷാഫി ഉസ്താദ് ഉണ്ടായിരുന്നു മണ്ണാർക്കാട്. അവരൊക്കെ ഭയങ്കര ആൾക്കാരാണ്. അവരൊക്കെ ചെയ്യുന്ന വലിയ സംഗതികളെ ദൂരത്ത് നിന്ന് ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരിത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നാടകങ്ങൾ ഇങ്ങനെ ആ സമയത്തുള്ള ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ വാർത്തകളിലും ഇതിലൊക്കെ നിൽക്കുന്ന വിഷയങ്ങളെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡയലോഗുകളും ആ സമയത്ത് എല്ലാവരുടെയും ചെവിയിലുണ്ടാകുന്ന പാട്ടുകളുടെ രൂപത്തിലുള്ള വരികളൊക്കെ ചേർത്തിട്ട് അങ്ങനെ കുറേ നാടകങ്ങൾ ആ ഒരു രീതിയിൽ എഴുതിയതായിട്ട് ഉണ്ട്. എന്താണ് അന്ന് ഇവരൊക്കെ അല്ലേ പഠിക്കുകയാണ്, ഫിഫ്ത്ത് അല്ലേ, തിരൂർക്കാട് തഹ്ഫീദിൽ പഠിക്കണ കാലമാണ്. ഇക്കുമത്തും സെമീൽ ഒക്കെ AICയിൽ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്താൽ ശരിയാവാതെ. ഓക്കെ, അതിൻ്റെ എന്താണ് അവതരണപരമായുള്ളൊരു വ്യതിരിക്തതയാണ് ജാബിർ ഖാൻ്റെ നാടകങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് റഫീഖ് പോത്തുകലിലൊക്കെ ഉണ്ടാക്കിയ സംഗീത ശില്പം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. പക്ഷേ സംഗീത ശില്പം തുടങ്ങണത് തന്നെ അങ്ങനെ ആയിരിക്കും തോന്നണം. അങ്ങനത്തെ ഒരു കലാരൂപം തന്നെ, ഒരു പാട്ട് പിന്നിൽ ആ പാട്ടിന് വേണ്ടിയുള്ള ഒരു ആവിഷ്കാരം. സലാം സാഹിബൊക്കെ ഉണ്ടാക്കിയ നാടകീയത, ഡയലോഗ്സ്, അതിൻ്റെ മറുപടി, ഇതിന് രണ്ടിനെയും മിക്സ് ചെയ്ത ഒരു നാടക രീതിയായിരുന്നു ജാബിർ ഖാൻ്റെ. അതായത് ഒരു നാടകം ഇങ്ങനെ അവതരിപ്പിക്കും, ആ നാടകം അവതരിപ്പിക്കുന്നതിനിടയിൽ അന്ന് നിലനിൽക്കുന്ന ഏതെങ്കിലും പ്രസിദ്ധമായ സിനിമാ പാട്ടുകളെ ഈണത്തിൽ എഴുതിയ ഒരു പാട്ട് വരും. ആ പാട്ടിൻ്റെ സംഗീത ശില്പം ഉണ്ടാവും. ഇക്കുമത്തിനൊക്കെ അറിയാം, ഇക്കുമത്തൊക്കെ ചെയ്ത് ധാരാളം ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ ജാബിർ ഖാൻ്റെ എല്ലാ നാടകങ്ങളിലും ഇക്കുമത്ത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു സവിശേഷമായ പരിചരണ രീതി, അങ്ങനെ ഒരു സംഗതിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? നിരക്ഷരതായിരിക്കും, വേറൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ എത്തണതായിരിക്കും. എന്നോട് ഞാൻ നാടകം ചെയ്യുന്ന സമയത്ത് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ നാടകം കളിക്കുകയാണ്.
നാടകം കളിച്ച് കഴിഞ്ഞിട്ട് നാടകം കഴിഞ്ഞ സമയത്ത് ഒരാൾ എന്നെ അങ്ങനെ തോളി ചേർത്ത് പിടിച്ചിട്ട് എന്നെ പുറകോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ PG വിദ്യാർത്ഥിയാണ്. പിന്നെ മുഹമ്മദ് അലി ശാന്തി നഗർ എന്നാണ് ഇവരുടെ പേര്. ഇവർ അവിടെ എന്തോ വലിയ ഉദ്യോഗസ്ഥനൊക്കെയാണ്. മൂപ്പരെന്നോട് പറഞ്ഞ്, ഞാൻ നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് പറയാണ്, ഇത് നാടകമല്ല, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നാടകം എഴുതരുത്, നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് ഭയങ്കര, നിങ്ങൾ ശരിക്കും നാടകം എന്താണെന്നുള്ളത് പഠിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ കുറേ കാലത്തിന് ശേഷം മൂപ്പരെ കണ്ടപ്പോൾ മൂപ്പരോട് പറഞ്ഞു, സത്യത്തിൽ മൂപ്പർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമ്മളോടിപ്പം ഒരു ഇന്ന വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഇതിനിടയിൽ നിൽക്കുമ്പം അതിനെക്കുറിച്ചൊരു ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു രീതിയിലൊരു കാര്യം പറയുക എന്നുള്ളത് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. നീ പറഞ്ഞ പോലെ നാടകത്തിൻ്റെ പേരുകൾ, പിന്നെ ആ നാടകത്തിനെ എൻട്രി ചെയ്യുന്നതും എനിക്ക് തോന്നുന്നത്, ഞാനൊരിക്കലും ഇവരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മളൊരിക്കലും ഒരു സ്ക്രിപ്റ്റ് പൂർത്തിയായിട്ട് നാടക പരിശീലനം തുടങ്ങൂല. എന്തോന്ന് എഴുതിയിട്ട് നാടകം പഠിച്ചു തുടങ്ങും അവിടെ മലപ്പുറം മാസ് കോളേജിൻ്റെ മുകളിലൊക്കെ. എന്നിട്ട് പിന്നെ ഇങ്ങനെ എഴുതലാണ്. പിന്നെ ഇങ്ങനെ സമയം കൊണ്ട് പൂർത്തിയാവുന്ന ഒരു നാടകം. അങ്ങനെയൊക്കെ പൂർത്തിയാവും. ഇവരൊക്കെ അതിൽ കൂട്ടിച്ചേർക്കലുണ്ടാവും പലത്. എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാൻ സമയത്ത് ഇവർ വേറെ എന്തെങ്കിലും രീതിയിൽ പറയുമ്പോൾ അത് സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാവാണ്. ഇതിന്ന് വരെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വരെ ഇവരൊക്കെ പലതും പുതിയതായിട്ട് ആഡ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാരാണ് ഇതിൽ. അബ്ബാസ് അലി പത്തപിരിയം, നമ്മൾ മറ്റേ പി അവരൊക്കെ വലിയ ഉസ്താദുമാരൊക്കെയാണ് അന്നത്തെ അഭിനേതാക്കൾ. CH ഒക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നു നോക്കും. CH സാഹിബ് അങ്ങനെയൊക്കെയുള്ളൊരു കാലം അങ്ങനെ കഴിഞ്ഞു. കുറേ എനിക്ക് തോന്നുന്നത് ആ ഒരു ഇനത്തിലുള്ള ഒരു 5 or 6 നാടകങ്ങൾ ആ ഒരു ഇനത്തിലായിട്ട് വന്നതുണ്ടാവും. പിന്നീടുണ്ടായ ഒരു സംഗതി, ഞാനല്ല സംവേദനവേദി കൺവീനറായിരിക്കുന്ന സമയത്താണ് നമ്മൾ നാടക രചനാ ക്യാമ്പ് നടക്കുന്നത് AR നഗറിൽ ധർമ്മഗിരിയിൽ. അതിൽ പിന്നെ മറ്റേ ബെല്ലടിക്കുന്നു എന്ന് പറഞ്ഞ ഒരു നാടക പുസ്തകം അതിലുണ്ടായ നാടകങ്ങൾ സമാഹരിച്ചുകൊണ്ട് എഴുതിയിരുന്നു. അതിൽ ജമീൽ മാഷ് എഴുതിയ നാടകമുണ്ട്, ഉസ്മാൻ മാരാത്ത് ഉണ്ട്, സമീലിൻ്റെ ഒരു നാടകമുണ്ട് ആയിട്ട്. സമീൽ അങ്ങനെയാണ് അവൻ്റെ ഇതിൻ്റെ ഒരു കാര്യത്തിലേ ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യൂല. തമാശല്ല, എന്തിനാ അവനെ പറ്റി ഇങ്ങനെ നല്ല ഇങ്ങനെ പറയണ, ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യൂല. അപ്പോൾ ആ പാറ്റാന്ന് പറഞ്ഞ നാടകം ഓനിങ്ങനെ എഴുതിയിട്ട് രേശ എഴുതിയിട്ട് നമ്മളത് എഴുതല്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഓൻ ഇതായിട്ട് വരും. ഇതായിട്ട് വന്നിട്ട് ജാബർക്ക ഇനി ഇതെന്താ കാട്ട. അത് അന്നുള്ളതല്ല, ഇന്നിപ്പം ഓൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഓൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുന്ന സംഗതിയിൽ ജമീൽ മാഷ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള നിങ്ങൾക്ക് അറിയുള്ളൂ. അതിൻ്റെ മനസ്സിലല്ലേ ഇങ്ങനെയുള്ള മരണവൻ അങ്ങനെ തന്നെ കാട്ടിക്കണേ. മര്യാദക്ക് ചെയ്യൂല, ഇവിടെ വീണാണ് മരിച്ചു കണ്ട്. അത് അവൻ്റെ സ്വഭാവമാണ്. ശരിക്കും എന്താ പറയുക, അയാം സമീൽ എന്നുള്ള പറയണ്ടേ, സമീൽ എന്ന് പറയും. ഇതാണ് അവൻ്റെ പ്രശ്നം. ശരിക്കും ആ രീതിയിൽ എല്ലാ വർത്തമാനങ്ങളും അവൻ്റെ കാര്യങ്ങളും രീതികളൊക്കെ അങ്ങനെയാണ്. മരണം എന്തില്ല, നമ്മളെ അത്ഭുതപ്പെടുത്തണമെന്നില്ല എന്ന് പറയാം. അപ്പോൾ ഞാനാകെ നിരാശയായി, പെൺകുട്ടികൾ നിരാശരായി. അങ്ങനെ അവസാനം ഞാനിങ്ങനെ പ്രിൻസിപ്പാളിൽ പോയി പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു. അതിൽ റിഹേഴ്സലുള്ള ദിവസം മൂപ്പർക്ക് ലീവ് എടുക്കും, ആ മാഷക്ക്, ആ ഉസ്താദിന്. അത് റിഹേഴ്സലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ലീവാണ്, നിങ്ങൾ നേരം വീട്ടിൽ പോയി കുളിയാണ്. അങ്ങനെ മൂപ്പരോടക്ക് വരാക്കാൻ വേണ്ടി അങ്ങനെ ഈ നാടകം അവതരിപ്പിക്കപ്പെടുന്നത് പകൽ സമയത്താണ്. അന്നും മൂപ്പരെ പറഞ്ഞയച്ച്, അതായത് സ്റ്റേജിൽ വന്ന് പിത്തന ഉണ്ടാക്കും. ഇങ്ങനെ സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ സൗജന്യക്കുഴിയർ നാടകം, അതുകൊണ്ട് മിക്കവാറും കേരളത്തിൽ അവതരിപ്പിക്കപ്പെടാത്ത സ്ഥലം തന്നെ ഉണ്ടാവില്ല. അത് ഞാനൊരു വില്ലേജ് ഓഫീസിൽ പോയ കഥയാണ്. വില്ലേജ് ഓഫീസിൽ പോയി ഒരുപാട് പ്രാവശ്യം നടക്കേണ്ടി വന്നു, അതുകൊണ്ട് ഒപ്പിട്ടാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വന്നു. അതൊരു നാടകമാക്കി സൗജന്യക്കോഴി. ഇങ്ങനെ ഇപ്പോൾ മറ്റേ മാസ്റ്റർ പീസായി ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം, പരിധിക്ക് പുറത്ത് എന്ന് പറയുന്ന സാധനം,
അതിപ്പോൾ ഈ ഞങ്ങളുണ്ടല്ലേ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ കല്യാണം വേണ്ട, ഇപ്പോഴത്തെ പുതിയ ലിബറലിസ്റ്റ് സമ്പ്രദായം, അതൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ഒരപ്പാണ്. ചുരുക്കത്തിൽ അങ്ങനെ ഒരു കുറേ പെൺകുട്ടികളൊക്കെ ഈ നാടകരംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞു ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്ത്, നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇപ്പം ആ മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയാണ്. അവസാനമായി നിങ്ങളോട് പറയാനുള്ളത് ഖുർആൻ പഠിക്കുക. ഖുർആനിൽ ഒരുപാട് നാടക സങ്കേതങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ മുസ്ലിങ്ങളല്ലാത്തവരുണ്ടാവുമല്ലോ നാടകവുമായി ബന്ധപ്പെട്ടത് ഉണ്ടല്ലേ? ഇല്ലല്ലേ? ശരി. അപ്പോൾ നിങ്ങൾ ഖുർആനൊന്ന് ഗവേഷണാത്മകമായി പഠിച്ചു നോക്കി, നമുക്കൊരുപാട് നാടക സംഗതികൾ കിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ആ സിബ്ഗത്തുള്ള എത്ര സ്റ്റേജിൽ ഞാൻ തന്നെ അവതരിപ്പിക്കാം. അപ്പോൾ ഒരിക്കൽ ആരപ്പോൾ എ.കെ. അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചു, എങ്ങനെയാണോ അത് നാടകമാണ്? സിബ്ഗത്തുള്ള മന്നാസുനുമിനുള്ള സിബ്ഗ, അതെങ്ങനെ നാടകമാണ്? അപ്പോൾ ഞാൻ മൂപ്പരെ കൊണ്ടുപോയിട്ട് അത് കാണിച്ചു കൊടുത്തു. ഞാൻ അഭിനയിക്കണതും അതിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ട് അതിന് ഷാഡോ കൊടുക്കണതും ലൈറ്റ് അനുസരിച്ചപ്പോൾ അപ്പോൾ മൂപ്പര് ഞാൻ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എടാ ഇപ്പോഴാണ് സിബ്ഗത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. മൂപ്പര് പറഞ്ഞു സിബ്ഗത്ത് നമ്മൾ ഓതലുണ്ട്, പക്ഷേ എന്താണ് സിബ്ഗത്ത്, അതിൻ്റെ അർത്ഥം ആശയം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഖുർആനിലേക്ക് കടന്നു ചെന്നാൽ ഒരുപാട് നാടക സംഗതികൾ കിട്ടും. നിരക്കണമെന്ന് മാത്രം പിന്നെ പോലെ അങ്ങനെ ഒരു മിണ്ടാട്ടം മുട്ടിയിരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അസ്സലാമു ഇവരെ 3 പേരുടെയും അല്ലെങ്കിൽ അന്നത്തെ തന്നെ നാടകങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അണ്ടർ കറൻസ് അടിയൊഴുക്ക് ഹാസ്യം, ചിരിയാണ്. ചിരിപ്പിച്ച് ജനങ്ങളെ ഇരുത്തി ഗൗരവമേറിയ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ജാബിർ ഖാൻ്റെ ഒരു നാടകത്തിൽ പലിശക്കെതിരെയുള്ള നാടകമാണ് ഉള്ളതെല്ലാം നുള്ളിക്കൊടുത്തേൻ, അല്ലേ? ഉള്ളതെല്ലാം നുള്ളിക്കൊടുത്തേൻ അതൊരു തമിഴ് സിനിമേൻ്റെ ഒരു ഇതാണ്, ഒരു പാരഡിയാണ്. അതിലൊരു രംഗമുണ്ട്, ഒരു അലവിയാക്ക അലുവ കച്ചവടം, അലവി അലുവ പാസ്റ്റിഷിൻ്റെ ഒരു ഇതാണ്. അലവിയാക്കയുടെ അലുവ കച്ചവടം ലോൺ എടുത്ത് പൊളിഞ്ഞു. അയാൾ ബാങ്കിൽ വരിക, അത് ബാങ്കിൽ വന്നിട്ട് അലവി അടവൊക്കെ തെറ്റി. അപ്പോൾ അലവി ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ വിളിച്ചിട്ട് എന്നെ ഉഷാദെന്ന് ചെയ്തിരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ അടവ് പറ്റിയവനാണ് ഈ അലവി, ഇപ്പോൾ അത് അടവൊക്കെ തെറ്റി. എന്നിട്ട് അലവി ആത്മഹത്യ ചെയ്യുന്നതാണ് അതിൻ്റെ കഥ. ഭയങ്കര രസമുള്ള ഒരു നാടകമായിരുന്നു. അപ്പോൾ ഈ എത്ര ഗൗരവമുള്ള കാര്യം പറയുമ്പോഴും ഒരു എന്യൂമറേറ്റർ ഒരു വീട്ടിൽ വന്നിട്ട് ചോദിക്കണം, അതേ നാടകത്തിൽ ഭർത്താവ് ഇവിടെ കുവൈറ്റിലാ, കുട്ടികൾ വയറ്റിലാ, ഇതൊക്കെ ഇയാൾ എഴുതി വെച്ചതാ. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയ സീനിലേക്കാണ് പോണത്. അപ്പോൾ ഇങ്ങനെ ചിരിയുടെ ഒരു അന്ധത. അപ്പോൾ ലീക്ക് ബീരാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മലയാളത്തിന് സമ്മാനിച്ച ഒരാളാണ്, ഒരു ചിരിയുടെ ഒരു പ്രതിരൂപത്തെ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു ഹാസ്യ ഒപ്പന, ഒരു പുതിയാപ്പിളനെ കല്യാണത്തിൻ്റെ അന്ന് കാണാനില്ല, പുതിയാപ്പിളനെ കാണാനില്ല, മിസ്സിങ്. ആദ്യം ഒപ്പനയൊക്കെ കളിച്ചിങ്ങനെ ഇക്കുമത്തെ ഒപ്പനയിലുണ്ടായിട്ടുണ്ട്. ഈ ഒപ്പനയൊക്കെ കളിച്ചൊരു ഘട്ടത്തിലെത്തിയപ്പോൾ പുതിയാപ്പിളനെ കാണാനില്ല. അവസാനം നോക്കുമ്പോൾ പുതിയാപ്പിള കിണറ്റ് ചാടിയാണ്. കിണറ്റ് ചാടിയപ്പോൾ അപ്പോൾ പറയാണ്, എൻ്റെ ഒളിച്ചു നിൽക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ കെട്ടാൻ പോകുന്ന പുതുവെണ്ണ് MA പാസ്സായതാണ്. അന്ന് MA വലിയ ബിരുദാ. ഇയാൾ 10ാം ക്ലാസ് തോറ്റാ. ഞാൻ എങ്ങനെ ജീവിക്കും? ആ സ്ത്രീ വിദ്യാഭ്യാസത്തെ ഇത്രയും രസകരമായി ഇത്രയും സാമൂഹ്യ വിമർശനത്തോടു കൂടിയും മുന്നോട്ട് വെക്കാൻ കഴിയുന്ന, അപ്പോൾ 3 പേരുടെയും അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ നാടകത്തിൻ്റെയും തന്നെ പ്രധാനപ്പെട്ട ഒരു അന്തർധാര ഹാസ്യമാണ്. ഇപ്പോഴും സലാം സാഹിബ് വിശ്വസിക്കുന്നത് ചിരിയിലൂടെ കാര്യം പറയാൻ പറ്റുള്ളൂ എന്നാണ്. അല്ല, ഈ ചിരി എന്ന് പറയുന്ന ഒരു നൈസർഗികമായ ഒരു സംഗതിയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ജൈവപരമായൊരു സംഗതി ചിരിയാണ്. നമ്മളെ പോസിറ്റീവ് ഇമോഷനാണ് ശരിക്കും അത്. പിന്നെ ഒരു സംഗതി, ഈ സംവദിക്കണ ഒരാളത്തു നിന്ന് മറ്റൊരാളത്തേക്ക് എത്തണമെങ്കിൽ അയാളെ ഒരു അറ്റൻഷൻ നിർബന്ധമാണല്ലോ. അപ്പോൾ അത് ആ രീതിയിലാണ് പിന്നെ ചിരിക്കുള്ള സ്ഥാനം. അപ്പോൾ പഴയ കാലത്ത് നമ്മളെ ഈ സമ്മേളനങ്ങളിലൊക്കെ ജമാഅത്തിനൊക്കെ സമ്മേളനത്തിൽ ടീക്കൻ്റെ
പ്രസംഗം കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇതായി. ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഉറങ്ങണവനൊക്കെ എണീറ്റ് വന്നിട്ട് അവിടെ ഇരിക്കാറുണ്ടായിരുന്നു ടീക്കൻ്റെ പ്രസംഗം. കാരണം ടീക്ക വളരെ സരസമായിട്ടാണ് സംസാരിച്ചിരുന്നത്. അതുപോലുള്ള കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പറയുന്നത് മറ്റേ ടി കെ ഹംസ സാറിൻ്റെ പ്രസംഗം എല്ലാവരും കേൾക്കും. ഞാനൊക്കെ പോയി കേൾക്കാറുണ്ട്. അത് ആ ആശയത്തോട് യോജിപ്പുണ്ടായിട്ടല്ല. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു ബേസിക്കായൊരു സംഗതി ഉണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഈ എന്താ പറയുക, അരസികന്മാരായ ആളുകൾക്ക് മാത്രമേ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ കോമൺ ആയിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാസ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അതിലൂടെ സീരിയസ് ആയ ഒരു സംഗതി പറഞ്ഞേക്കാളും നല്ലത് ഇപ്പോൾ നമ്മൾ സംസാരത്തിൽ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും നമ്മൾ സംസാരിക്കുന്നത് തന്നെ വളരെ ഗൗരവമുള്ള രീതിയിൽ സംസാരിച്ചാൽ നമ്മളെ സംസാരം വേഗം നിർത്തി പോയി കിട്ടിയാൽ മതി എന്നല്ല അവർക്ക് തോന്നുക. സരസമായിട്ട് സംസാരിച്ച് കാര്യങ്ങളും പറയാമല്ലോ. അപ്പോൾ അതിനുള്ളൊരു പ്രാധാന്യം അത്രയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ ആ രീതിയിലൊന്നും പഠിച്ചിട്ടൊന്നുമില്ല അക്കാഡമിക് ലെവലിലൊന്നും അതിന്. അതായത് ഹാസ്യത്തിൻ്റെ ഒരു അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ആ രീതിയിൽ മൊത്തത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ അതിന് അങ്ങനെയാണ് ഞാൻ സംസാരിക്കാറുള്ളത് പൊതുവിൽ. ഒന്നും ഒരു ഗൗരവത്തിലെടുത്തിട്ട് സീരിയസ് ആയിട്ടൊന്നും ആരോടൊന്നും പറയലൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ സ്ക്രിപ്റ്റിലും അതൊക്കെ വരും എന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ടോ? ഈ സീരിയലിലൂടെ കാര്യം പറയുമ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗൗരവത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തീമുകൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? പ്രതികരണങ്ങൾ കണ്ടമാനം ഉണ്ടതായിട്ട് നേരിട്ട് എന്നോട് പറഞ്ഞത് ഒക്കെ ഉള്ള അനുഭവമുണ്ട്. പക്ഷെ അത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നമ്മളൊരു സംഗതി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ മാറ്റങ്ങൾ എന്തോ കാണുമ്പോൾ ഉണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയണ, പണ്ട് ആണായിട്ട് അയൽവാസി എന്ന സിനിമ റിലീസായ സമയത്ത് വണ്ടൂരിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു പച്ചക്കറിക്കടക്കാരെ വിളിച്ചിട്ട് പറഞ്ഞ്, മാഷ ഒന്ന് നിൽക്കിയൊരു കാര്യം പറയട്ടെ. അപ്പോൾ അയാൾ അതിൽ ആൺകുട്ടികളെ ഒരു വാപ്പിയും പെൺകുട്ടികളെ ഒരു വാപ്പീൻ്റെ കഥയാണ് സംഗതി. ഒരാൾക്ക് ഫുള്ള് ആൺകുട്ടികൾ, ഒരാൾക്ക് ഫുള്ള് പെൺകുട്ടികൾ. അപ്പോൾ ഈ ആൺകുട്ടികളുള്ള വാപ്പക്ക് വലിയ എന്തോ ഒരു സംഭവമാണ് കിട്ടിയത് എന്നുള്ള രീതിയിലാണ് കഥ പോണത്. എപ്പോഴും ഒഴിവുണ്ടാകുമ്പോൾ കാണാത്തവരും കണ്ടോളെ, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഇറങ്ങിയതിന് ശേഷം ഈ പച്ചക്കറി കടക്കാരൻ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറയട്ടെ. അയാൾ പറഞ്ഞു, എനിക്ക് 5 പെൺകുട്ടികളാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തേത് പ്രസവിച്ചവും വൈഫിനെ ഒരുപാട് ചീത്ത പറഞ്ഞു, 4ാമത്തെ പ്രസവിച്ചവളും ചീത്ത പറഞ്ഞു, 5ാമത്തെ പ്രസവിച്ചവൻ ചീത്ത പറഞ്ഞിട്ട് ഇനി അവളെ ഇനി ആൺകുട്ടീനെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യുന്നുള്ള വരെ രീതിയിലാണ് ഇപ്പോൾ ഞാൻ നിന്നത്. എനിക്ക് അത്രയ്ക്ക് അയാൾ അപ്പോൾ എത്ര വർഷം അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് മനസ്സിലാക്കണം. 2ാമത്തെ കുട്ടി മുതൽ ഇയാൾ ഇതിൻ്റെ ഈ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ ഈ ഫിലിം റിലീസാകുന്നത്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് പടച്ചോൻ്റെ സൃഷ്ടിപ്പിൻ്റെ സംഗതിൻ്റെ പുറമെ തന്നെ ശാസ്ത്രീയമായിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട്. അതായത് X ക്രോമസോമും Y ക്രോമസോമും ഇതിൽ Xും Y ഉള്ളത് ആണുങ്ങൾക്കാണ്. അപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ ഉത്തരവാദിത്തം ആണുങ്ങൾക്കാണെന്നുള്ളത് സമർത്ഥിക്കുന്നുണ്ട് നമ്മൾ. ഇത് കണ്ടതിന് ശേഷം പറയണം, ഇപ്പോഴും എനിക്ക് ഭയങ്കര ആശ്വാസമായത്. കാരണം ഇത് നമ്മുടെ ഈ ആഗ്രഹങ്ങളല്ല നടക്കുന്നത്, നമ്മളെ ഉത്തരവാദിത്തത്തിൽ പെട്ട വിഷയമല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ. ഇതുപോലത്തെ കുറേ സംഗതികൾ പണ്ട് ഈ പരേതം തിരിച്ചു വരുന്നതാണ് ഫിലിം പറഞ്ഞ കൊണ്ടോട്ടിയിൽ നിന്നൊരു SSLC കഴിഞ്ഞൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഉപ്പാനോട് പല സാധനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കത്ത് എഴുതാറുണ്ടായിരുന്നു. അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും ഉപ്പാനോട് ഒന്നും ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ട്. അതിന് പ്രവാസിയുടെ സംഗതി വെച്ചാൽ ഇതുപോലുള്ള കുറേ അനുഭവങ്ങളുണ്ട്. പക്ഷേ ജമീൽ സാറ് ചോദിച്ച ചോദ്യത്തിൽ ചില മാറ്റങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾക്കുള്ള സൃഷ്ടികൾ ഉണ്ടാക്കിയിടുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ കലയായാലും സാഹിത്യമായാലും ഒക്കെ അതിനൊരു മൂല്യം സൃഷ്ടിച്ചിടുക എന്നുള്ളതാണ്, ശ്രദ്ധിക്കപ്പെടുക, പിന്നെ ആവർത്തിച്ച് കാണാനുള്ള പ്രചോദനം. അതാണ് ഈ കോമഡീൻ്റെ ഒരു സംഗതി, വീണ്ടും വീണ്ടും കാണാനുള്ള പ്രചോദനം. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ വെച്ചാൽ അറിയാം നിങ്ങൾക്ക്, ഡിസ്പോസിബിൾ സിനിമകളാണുള്ളത്. ഒരിക്കൽ കാണുകയാണെങ്കിൽ ഒരിക്കൽ കാണാം, പിന്നെ കാണാൻ കഴിയില്ല. അതേസമയത്ത് ഒരു കാലഘട്ടത്തിൽ ശ്രീനിവാസൻ്റെ പോലത്തെ സിനിമകളൊക്കെ വീണ്ടും വീണ്ടും കാണാനുള്ളൊരു പ്രചോദനമല്ലേ. അതിനൊക്കെ ഈ ഒരു ഘടകം വലിയൊരു ആവശ്യമായി വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യമാണ്. ഇനി നിങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ജാബിർ ഖാനോടാണ് പറയുന്നത്,
അത് അതിൻ്റെ ഒരു ആമുഖം ആയിട്ട് പറയാനുള്ളത്, നേരത്തെ റഫീഖ് സാഹിബ് പറഞ്ഞില്ലേ ഈ ഖുർആനിക പ്രമേയങ്ങൾ എന്നുള്ളത്, അതിലൊരുപക്ഷെ നമ്മുടെ ഇസ്ലാമിക നാടക ചരിത്രത്തിൻ്റെ ആദ്യ വക്താവായ UK അബൂ സാഹിൽ തന്നെ തുടങ്ങി വെച്ചൊരു സംഗതിയാണ് ഖുർആൻ എങ്ങനെയാണ് സാഹിത്യത്തിലേക്കും കലയിലേക്കും കൊണ്ടുവരിക എന്നുള്ളത്. UK മറിയക്കുട്ടി ജമീല പോലെയുള്ള നാടക രചനകൾ തന്നെ സമാഹരിച്ച ആളാണ് ജാബിർ ഖാൻ. മാത്രമല്ല UK മൂസാ നബിയും ഫിറോനും പോലെയുള്ള കൃതികളെ സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട്. ആ ഒരു എക്സ്പീരിയൻസും കൂടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടും. ഒന്ന്, എങ്ങനെയാണ് UK പോലെയുള്ള ഒരാളുടെ നാടക സങ്കേതങ്ങളും നാടക രചനകളും ഇപ്പോഴത്തെ കാലത്തും പ്രസക്തമാവുന്നത് എന്നും, രണ്ട്, അത്തരമൊരു അവതരണത്തിൽ ഇപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബിനെ പോലെ ബന്ന ചേന്നല്ലൂരിനെ പോലെ കുറേ പേര് സമാന്തരമായിട്ട് ഇങ്ങനെ കുറേ ദൃശ്യശ്രാവ്യ നാടക രചനകൾ നടത്തിയിട്ടുണ്ട്. അത് അവതരിപ്പിക്കുമ്പോൾ മൗദൂദിയെക്കുറിച്ച് സലാഹുദ്ദീൻ അയ്യൂബി വലിയൊരു നാടകം ചെയ്തിട്ടുണ്ട്. രാമനാട്ടുകര എവിടെയാണ് അത് ചെയ്തത് അല്ലേ? എം നൗഷാദ് രചനയും ഇല്ല എം നൗഷാദ് ഓക്കെ ISCയിൽ അവതരിപ്പിച്ചു. അങ്ങനെ അപ്പോൾ ആ ഒരു സങ്കേതം കൂടെ പരീക്ഷിച്ച ആളാണ് ജാബിർ ഖാൻ. അതും കൂടെ പറയും UK വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ജീവിതവും സ്ക്രിപ്റ്റാക്കി UK സ്മൃതി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മൾ ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്ന സമയത്ത് അതിൻ്റെ ഒരു അവതരണം ഉണ്ടായിരുന്നു. ലുക്കൻ്റെത് കുഞ്ഞാലി മാഷൊക്കെ നന്നായിട്ട് നമ്മളെക്കാൾ കൂടുതൽ പഠിച്ചവർ. ലുക്കൻ്റെ ഒരു ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു എന്താ പറയുക, ഈ ഖുർആനിലെ സംഗതികളൊക്കെ അതിൻ്റെ ഒരു ഖുർആൻ തരുന്നൊരു സ്പിരിറ്റ് ഉണ്ടാവും. ഖുർആൻ പറയുന്നൊരു വാക്ക് എന്നുള്ളതിനപ്പുറത്ത് ആ ഒരു സ്പിരിറ്റിലൂടെ അതിനെ കൊണ്ടുപോകുന്നൊരു അല്ല UK ഖുർആനിലെ വാക്കുകളെ അതുപോലെ ഹദീസിലെ വാക്കുകളെയൊക്കെ അങ്ങനെ തന്നെ പാട്ടുകളിൽ എടുത്തു വെച്ച് ലിബി അസാക്ക അതൊക്കെ അങ്ങനെ തന്നെ പാടില്ല, ഫൽഫർ ബി ദാത്തിദ്ദീൻ അങ്ങനെയൊക്കെ പാട്ടിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യും കറക്റ്റായിട്ട്. പിന്നെ വാക്കുകൾക്കപ്പുറത്ത് ഞാൻ പറയണത് അതിൻ്റെ ഒരു സ്വഭാവത്തിന് തന്നെ എന്തുണ്ടാവും, ഖുർആൻ ഒരു കാര്യം പറയുന്നതിൻ്റെ ഒരു സൗമ്യത, അത് ആ ഖുർആൻ ഒരാളെ സ്പർശിക്കുന്ന വിധത്തിലുള്ള ഒരു രീതി, ഇതൊക്കെയാണ് അതിൻ്റെ സംഗതിയിലുണ്ടായിരുന്നത്. പിന്നെ ഈ പൊതുവിലുള്ള എല്ലാ കാര്യങ്ങളിലും പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെക്കാൾ ഇപ്പോൾ ഇസ്ലാമികമായ ചില മൂല്യങ്ങളെ നമ്മളിതിലിങ്ങനെ പറയുക, ഇതിലിങ്ങനെ എണ്ണിപ്പറയുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സംഗതിയിൽ നാടകത്തിന് ഇടയ്ക്ക് വെച്ചിട്ടൊരു കുടിയെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഗതിക്കപ്പുറത്ത് ആ ഒരു നാടകത്തിന് തന്നെ പൊതുവിൽ എന്തുണ്ടാവും, ഇങ്ങനൊരു സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിൻ്റെ നമ്മൾ ഈ നമ്മളൊക്കെ ചെറിയതായ സമയത്ത് നാടകം ചെയ്യുന്ന കാലത്ത് നാടകത്തിൻ്റെ തെളിവുകൾ പരതുന്ന ഒരു കാലമാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാം മഴു പറഞ്ഞിട്ടാണ് ഇസ്ലാമിലെ നാടകം ഉണ്ടായത്, അങ്ങനെയാണല്ലോ അല്ലേ? അതാണ് നമ്മൾ നാടകത്തിൻ്റെ തെളിവ് പറയുന്നത്. മഴു പറഞ്ഞുണ്ടാക്കിയത് ഇസ്ലാമിക നാടകം എന്നുള്ള ടൈറ്റിൽ കണ്ടപ്പോൾ അതാണ് സത്യത്തിൽ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നാടകം ജീവിതം തന്നെ ഒന്നാകെ എന്താണ് ഒരു നാടകക്കളിയാണ്. നാടകം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യത്തെ പിറകിൽ വെച്ചുകൊണ്ട് ഒരു പ്രേക്ഷകനെ ഇങ്ങനെ പിടിച്ചു നിർത്തുക, സഞ്ചരിപ്പിക്കുക, ഇതാണല്ലോ ഒരു നാടകത്തിൽ ചെയ്യണത്. ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ ഒന്നാകെ അക്കതാല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. ഒരു രഹസ്യത്തെ മറച്ചു വെച്ചിട്ട് അവനെ ഇതിനെ അങ്ങനെ ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. അത് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു, അതിലേക്ക് ചിന്തിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. ഓനതുള്ള മാതിരിയാണ് പറഞ്ഞാൽ പോരെ? ഓൻ പറഞ്ഞാണ് ഈ നാടകമൊന്നുമില്ലാതെ ഒറ്റ പ്രസംഗത്തിലൂടെ നിങ്ങളെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയും നല്ല പറഞ്ഞിട്ടുണ്ട്. നാടകമില്ലാതെ ഒറ്റ പ്രസംഗത്തിലൂടെ നിങ്ങൾ മുഴുവനും വിശ്വാസികളാക്കാൻ എനിക്ക് കഴിയും. പക്ഷേ ഞാൻ നിങ്ങളോടൊപ്പം ഇങ്ങനെ നാടകം കളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഖുർആനാണ് അല്ലേ? ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ സമുദായമായി മുഴുവൻ ആളുകളെയും വിശ്വാസികളാക്കാൻ അള്ളാഹ്ക്കൊരു ബുദ്ധിമുട്ടുമില്ല.
അവനെന്ത് ചെയ്യണം? അവനും അറിഞ്ഞിരിക്കണ്, അവൻ ഒളിഞ്ഞിരിക്കണ്. കണ്ടുപിടിക്കാനും അത് അന്വേഷിക്കാനും അത് വായിക്കാനും നമ്മളെ പ്രേരിപ്പിക്കണം. പിന്നെ ഇതിലപ്പുറം പിന്നെ നാടകത്തിന് എന്ത് തെളിവാണ് പിന്നെ വേണ്ടത്? ഇല്ല ജി, ഞാൻ നിങ്ങളെ ചിന്തിച്ചു നോക്കോ, നമ്മളെ ജനനം തീരുമാനിക്കപ്പെട്ടത്, മരണം തീരുമാനിക്കപ്പെട്ടത്, നരകവും സ്വർഗവും തീരുമാനിക്കപ്പെട്ടത്. പിന്നെ ഈ നടക്കുന്നത് എന്താ? നാടകത്തിന് വേറെ കലമിൽ കതിറിൻ മഷിയുണ്ട്, പാടിക്കൂടെ? കലമിൽ കതിറിൻ മഷിയുണ്ട്, കഥയടിമുടി ലൗഹിൽ പറയുണ്ട്. കലമിൽ കതിറിൻ മഷിയുണ്ട്, കഥയടിമുടി ലൗഹിൽ പറയുണ്ട്. കിതാബിലെഴുതിയ കഥകൾ അനുദിനം ഇവിടെ നടന്ന് കാണുന്നുണ്ട്. കിതാബിലെഴുതിയ കഥകൾ അനുദിനം ഇവിടെ നടന്ന് കാണുന്നുണ്ട്. ഈ നുത്തുഫയും അതിലൊരു നുക്താക്ഷരമായി എവിടെയോ പടർന്നിരിപ്പുണ്ട്. അതിനസറായി ഞാനിവിടുണ്ട്. കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ. ലമ്യക്കുൻ ഷെയ്അൻ മദ്കൂറ എന്നുള്ള ഒരു ആയത്തിൽ നിന്ന് വന്നൊരു പാട്ടാണത്. ഇതായിട്ട് നിങ്ങൾ നോക്കി നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി ഇതിലെന്താണ്? നമ്മൾ നാടകം പ്രശ്നമാവല് എപ്പോഴാണ്? ഈ നാടകം എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ വലിയൊരു രഹസ്യമാണ്. നമ്മൾ നാടകം കളിക്കുമ്പോൾ അള്ളാഹ്ക്ക് അതൊരു ട്രോള് പോലെ തോന്നരുത്. അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകത്തിൻ്റെ ഭാഗമായി ആ സ്ക്രിപ്റ്റിന് ഉചിതമായി എന്ത് ഡയലോഗും നിങ്ങൾ അതിൽ ഇറക്കിക്കോ. ഞാൻ എഴുതിയ സ്ക്രിപ്റ്റിൽ ഇക്കുമത്തും സമീലും ഇവരൊക്കെ കളിക്കുമ്പോൾ ഓലെ കയ്യിൽ നിന്നിടും. ആ കയ്യിൽ നിന്നിടുന്നത് കറക്റ്റ് ആവണം, ആ സ്ക്രിപ്റ്റിന് യോജിച്ചതാവണം. അതിന് പറ്റാത്ത വേറെ എന്തെങ്കിലും ഇട്ടാൽ അപ്പുറത്തുള്ള ആൾ കുടുങ്ങിപ്പോകും, അവന് മറുപടി പറയാൻ കഴിയില്ല. നാടകം മൊത്തം കണ്ടാൽ എന്താണ് ഈ പറയണമെന്നുള്ളത് മനസ്സിലാവില്ല. ഓക്കെ, ഇനി നിങ്ങളുടെ ചോദ്യങ്ങളാണ് അവർ പ്രതികരിക്കേണ്ടത്. അസ്സലാമു അലൈക്കും. ഞാൻ ഈ റഫീഖ് സാഹിബിൻ്റെ നാടകത്തിലും ജാബിർ ഖാൻ്റെ നാടകത്തിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. സലാം ഖാൻ്റെ നാടകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാടകം കളിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് അവരുടെ നാടകം ഉണ്ടാവും. അതിൽ ജനങ്ങളിങ്ങനെ തല കുത്തി മറിഞ്ഞ് ചിരിക്കുകയും സിദ്ദീഖ് കൊടിയത്തൂരൊക്കെ ഇങ്ങനെ സ്റ്റേജിക്ക് വരുമ്പോൾ തന്നെ അവിടെ പൊളിഞ്ഞ് തകരായിരിക്കും ആ ഓഡിയൻസ്. അത് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുമ്പായിരിക്കും ശേഷമായിരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ നടക്കുന്ന. അപ്പോൾ സലാം ഖാൻ്റെ നാടകങ്ങൾ നമ്മളങ്ങനെ അഭിനയിച്ചിട്ടില്ല, കണ്ട് ഇങ്ങനെ ഇതായിട്ടേ ഉള്ളൂ. പിന്നെ ഇസ്രേലി ഫിലിമുകളുടെ സീരിയൽ. പക്ഷെ ഇവരെ രണ്ടാളെ നാടകത്തിൽ കുട്ടിക്കാലത്താണ് റഫീഖ് സാഹിബിൻ്റെ നാടകങ്ങളിൽ, അതായത് സൗജന്യ കോഴിയായാലും പിന്നെ അതേമാതിരി ഹാസ്യോപ്പന, അങ്ങനെ കുറേ സംഭവങ്ങൾ. അതിലെ പാട്ടുകൾ, ഈ ഹാസ്യോപ്പനയിലെ പാട്ടുകളൊക്കെ എന്തോ ഒരു കഥ, ഈ കഥ എന്താ മതിയട മോനെ മതിയാക്ക് മതിയാക്ക് മോനെ ഇനി വേണ്ട കഥ ഇത് കൂടുതൽ അറിയേണ്ട ഗതികേട് നീട്ടി പാടേണ്ട. അതായത് ഈ മാരൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെന്ന് അങ്ങനെ വിളിച്ചു പറയാം. ഒന്നിലാമി 1-ാം ക്ലാസ്സിൽ തോറ്റു ഞാൻ അങ്ങനെ അവൻ്റെ മുഴുവൻ ഹിസ്റ്ററിയോ അങ്ങനെ തോറ്റത് പറയാം. അപ്പോഴടുത്ത അവിടുന്ന് അമ്മോസാക്ക ചാടി വീണാലോ അവൻ്റെ വാപ്പ കഥ ഇത് അങ്ങനെ ഭയങ്കര ഹാസ്യമായിട്ടാണ് ചെയ്യുക. പക്ഷേ അതിലൊക്കെ നല്ല ആശയങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്യും. അപ്പോൾ ചെറുപ്പത്തിലാണ് ഞാൻ തിരുവുക്കാട് പഠിക്കണ ഇലാഹിയിൽ അവിടെ പഠിക്കുന്ന കാലത്ത് ഒരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ് 8-ാം ക്ലാസ് മുതൽ അവരുടെ നാടകങ്ങളിൽ അവർ വളരെ ഫിലോസഫിയുള്ള നാടകം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസം തകർന്നതിനെ പറ്റിയുള്ള ഗംഭീരമായ നാടകങ്ങൾ, പിന്നെ ബാങ്ക് കൊടുക്കാൻ മറന്ന പള്ളിക്കുറുപ്പ് അല്ലേ, അസ്ലാത്തു ഹൈറുമിനും പിന്നെ മൊല്ലാക്കം മറന്നു. പക്ഷെ അതിനെതിരെ കച്ചറ ഉണ്ടാക്കുന്ന സുബീസ്കരിച്ചാത്ത ആൾക്കാർ പെരും കച്ചറ പുറത്താക്കാൻ തീരുമാനിക്കണം. ഇതിലെ ഏറ്റവും അഭിപ്രായം പറയണ കമ്മിറ്റിക്കാരൻ പള്ളി അയാളോട്. അപ്പം നിങ്ങൾ അല്ല, ഞാൻ സ്കെച്ചാനൊന്നും വരൂല, സെക്രട്ടറി സ്കെച്ചാനൊന്നും വരില്ല.
അങ്ങനെ പിന്നെ സൗജന്യ കോഴി മാത്രമല്ല, ആ 2 നാടകം DPEപ്പിനെ പറ്റിയുള്ള അത് ശരിക്ക് ഇസ്ലാമിക വേദിയിൽ മാത്രമല്ല എത്രയോ സ്കൂളുകളിൽ അല്ലേ, സൗജന്യ കോഴിയൊക്കെ ഒരു 10-30 വർഷം മുമ്പുള്ള ഒരു തലമുറ അല്ലെങ്കിൽ ആ പഴയ തലമുറനോട് ചോദിച്ചാൽ ആ എത്ര അനവധി സ്റ്റേജുകളിൽ ശരിക്കും നമുക്ക് എന്താണ് നാടകത്തോടൊരു താല്പര്യമൊക്കെ ഉണ്ടാവുന്നതും ഒക്കെ ശരിക്ക് പിന്നെ എല്ലാം ചെയ്യും. മേക്കപ്പ് മുതൽ എല്ലാ കാര്യങ്ങളും, പാട്ടെഴുത്ത്, നാടകമെഴുത്ത്, നാടകം പഠിപ്പിക്കൽ, സെറ്റ് ഡിസൈനിങ് തുടങ്ങി പിന്നെ അങ്ങനെ എല്ലാ പണികളും റഫി സാഹിബ് ചെയ്യുക. അതിലെ മിക്ക കാര്യങ്ങളും മ്യൂസിക്കിൻ്റെ അത് ഒറ്റ റിഹേഴ്സലേ ഉണ്ടാവുള്ളൂ. കാരണം ഇതെല്ലാം കൂടി ബുക്ക് ചെയ്ത് പൈസ ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ വരും, അന്ന് വൈകുന്നേരം അവതരണം, രാവിലെ മ്യൂസിക്കാർ വരുമ്പോൾ ഇങ്ങനെ ഓരോന്നിരുന്ന് ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഗഫുറാക്കൊക്കെ കയറും മ്യൂസിക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് പാരമ്പര്യം. പിന്നെ സലാംഖാനെ ഞാൻ പറഞ്ഞു. പിന്നെ ജാബിർ ഖാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂപ്പര അന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പലപ്പോഴും SAOൻ്റെ സംസ്ഥാന തലത്തിലൊക്കെ തന്നെയുള്ള നാടകങ്ങൾ, സ്ക്രിപ്റ്റുകളും എഴുതുന്നത് ഓരോ സംഭവങ്ങളോടനുബന്ധിച്ചാണ് എഴുതുന്നത്, ക്യാമ്പയിനുകളോടനുബന്ധിച്ച്. അപ്പോൾ പലിശക്കെതിരെയുള്ള ജമാഅത്തിൻ്റെ ക്യാമ്പയിനാണ് ഉള്ളതെല്ലാം നുള്ളിക്കൊടുത്തേ. അതും കുറേ വേദികളിൽ കളിച്ചിട്ടുണ്ട്, അന്ന് പല ജില്ലകളിലൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഏറ്റവും ജനകീയമായിട്ട് ഏറ്റെടുക്കപ്പെട്ട നാടകങ്ങളാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ജനങ്ങൾ ഇങ്ങോട്ട് വളഞ്ഞു കൂടും. കാരണം ഓരോന്നും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിലും ആകർഷകമായ പാട്ടുകളിലൂടെയും. തലക്കെട്ട് തന്നെ ശ്രദ്ധേയമാണ്. അന്ന് ഉന്നിടത്തിൽ എന്നെ കൊടുത്തേന്ന് പറഞ്ഞ വിജയിൻ്റെ സിമ്രാൻ വിജയ് ഭയങ്കര ഹിറ്റായ സമയമാണ്. അതുകൊണ്ടാണ് ഉള്ളതെല്ലാം നുള്ളിക്കൊടുത്തേൻ പാപ്പരായി മാറിയ ഒരു മനുഷ്യൻ്റെ കഥയാണ്. അതെ, ചാരചോരൻ. പിന്നെ അതല്ല വാസ്തവം ശ്രീമാൻ. പക്ഷെ അത് പിന്നെ ചാരചോരൻ. പിന്നെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കെടുകാര്യസ്ഥതക്കെതിരെ തോന്യായ കർമ്മണാശ്രീ, അത് നിർമ്മായ കർമ്മണാശ്രീ എന്നാണല്ലോ അവിടുത്തെ ക്യാപ്ഷൻ, ഉപനിഷത്ത് വാക്യാണ്. അപ്പോൾ അതിനെ തോന്യായ കർമ്മണാശ്രീ എന്നുള്ള. പിന്നെ അങ്ങനെ അടുത്ത പാട്ടുകളൊക്കെ അന്ന് ഹിറ്റായ പാട്ടുകൾക്കാണ് അവർക്ക് പാരഡി ചെയ്തത്. മേരി കീ ചെയിൻ പൊളിയ, അത് മാറ്റാനുള്ളൊരു കളിയ. മറ്റേ ഈ ലൈംഗിക അരാജകത്വത്തിനെതിരെയുള്ള ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ SAOൻ്റെ. അതിലാണോ കറവീണാച്ചിലല്ലത് സംസ്കാരമോ സർവനാശമോ? അതിൽ ഈ ഭയങ്കര അങ്ങനത്തെ ഒരു പ്രത്യേക കൾച്ചർ ഉണ്ടല്ലോ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ ഉള്ള ഈ വൈഫുകൾ മാറുന്നൊക്കെ കൾച്ചർ. അപ്പോൾ മേരി കീച്ചൈൻ പൊളിയ, അത് മാറ്റാനുള്ളൊരു കളിയ. അങ്ങനെ ഒരു മോഡേൺ ഐഡിയ, ഇത് പുറത്തറിയാൻ വയ്യ, ഇത് VIPs ഓൺലി പരിപാടിയാ. ഓഹോ, ജാബിർ ഖാൻ്റെ പാട്ടുകളാ സിനിമ. പിന്നെ അങ്ങനെ കുറേ ഒക്കെ ഹിറ്റ് പാട്ട്, അന്നത്തെ ഹിറ്റ് പാട്ടുകൾക്കാണ് എഴുതുക. അത് നല്ല പ്രാസവും, പ്രാസത്തിൽ റഫീഖ് സാഹിബിൻ്റെ ഒക്കെ ഗംഭീര പ്രാസങ്ങളാണ് ഓരോരുത്തർ. ശരിക്കും രചനാഗുണം എന്ന് തികഞ്ഞ കവിതകളായിരിക്കും ഇതൊക്കെ ജാബിർഖാനൊക്കെ. അപ്പോൾ ഞാൻ ഓർത്ത് പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ പുതിയ തലമുറക്കോ അല്ലെങ്കിൽ പലർക്കും ഇവരുടെ സൃഷ്ടികൾ അത്ര പരിചയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. ജാബിർക്ക് ഇപ്പോൾ പൂർണ്ണമായും പലതരം ഇങ്ങനെ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പുതിയ ആളുകൾക്ക് കേൾക്കുന്ന കുറേ പാട്ടുകൾ ഉണ്ടാവും. ഭ്രാന്തായാലും എന്ത് സുഖം പോലത്തെ പാട്ടുകൾ, അതാണിപ്പോൾ അങ്ങനത്തെ കുറേ പാട്ടുകളാണ്. പക്ഷെ പിന്നെ അദ്ദേഹത്തിൻ്റെ വിൻസി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒക്കെ പറഞ്ഞു, എനിക്ക് ഓർമ്മ. കറവീണ കാച്ചി കരയുന്ന കല്ലാച്ചി എന്ന് പറഞ്ഞിട്ട് ഉള്ള നാടകം എന്ന് പറയുന്നത് ശരിക്കും അന്ന് കല്ലാച്ചിയിൽ നടന്ന ഒരു മകൻ ലഹരി കടിമപ്പെട്ട് ഒരു ഉമ്മാനെ കൊന്ന അതാണ്. അത് ബേസ് ചെയ്തിട്ടാണ് ആ നാടകം പോകുന്നത്. പക്ഷെ അതിലൂടെ ഗൾഫ് വഴി ഉണ്ടായിട്ടുള്ള ഒരു പിന്നെ മലബാർ മേഖലയിലോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനുണ്ടായ ഉന്നതി, അങ്ങനെ വന്നിട്ടുള്ള പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങനത്തെ പലതരം പ്രശ്നങ്ങളിലൂടെ പോയി അവസാനം ഈ ഇഷ്യൂയിലേക്ക് എത്തുന്ന അങ്ങനെ അതിൻ്റെ തുടർച്ച. കാരണം മൂപ്പര് ശരിക്കും ഇവിടെ വരുമ്പോൾ ഇപ്പോൾ സമകാലിക സംഭവങ്ങളൊന്നും അത്രയാണ്. കാരണം മൂപ്പര് അന്ന് മണിപ്പാലിൽ പഠിക്കുക, കേരളത്തിലല്ല, മൈക്രോബയോളജി മണിപ്പാലിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇവിടേക്ക് വരും, ലീവിന് വരുമ്പോഴാണ് SIO ഏൽപ്പിക്കുക ആ നാടകം പെട്ടെന്ന് എഴുതണം, 2 ആഴ്ച കൊണ്ട് നമുക്ക് നാടകം ചെയ്യണം. അപ്പോൾ എല്ലാവരും കൂടി കൂടലാണ്. അപ്പോൾ ജാബിർക്കൺ വരും, എന്നിട്ട് സമകാലികമായിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ പഠിക്കാൻ വേണ്ടി പത്രങ്ങൾ ഒരു മാസത്തെ പത്രം സംഘടിപ്പിക്കും. ആ ഒരു മാസത്തെ പത്രം ചകഞ്ഞ് എന്തൊക്കെ സംഭവങ്ങളാണ് ഈ ഒരു മാസം ഉണ്ടായിട്ടുള്ളത്. കാരണം മൂപ്പര് അത് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അവിടെ ആയതുകൊണ്ട്, അന്നത്തെ കാലമാണ്. എന്നിട്ട് മുഴുവൻ നോക്കിയിട്ട് പിന്നെ അങ്ങനെ അക്കാലത്തെ പുതിയ ഹിറ്റ് പാട്ടുകൾ, പിന്നെ അങ്ങനെ ഓരോന്നിങ്ങനെ മൂളി ഇങ്ങനെ പിന്നെ
സന്ദർഭങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ കാണാൻ റിഹേഴ്സലാണ് തുടങ്ങണം. വൈകുന്നേരം ആകുമ്പോഴേക്കും രാവിലെ വന്നിട്ടുണ്ടാവും. ഈ റിഹേഴ്സൽ തുടങ്ങുമ്പോൾ മൂപ്പർ പറഞ്ഞ മാതിരി പതുക്കെ പതുക്കെ ഓരോ ദിവസം കൊണ്ട് അടുത്ത സീൻ എഴുതി അടുത്ത സീൻ വന്ന് അങ്ങനെ കംപ്ലീറ്റ് ആവുക ചെയ്യാം. അപ്പം പലതരം പിന്നെ രചന. അപ്പം ഞാനിതിൽ പറയാനുള്ളൊരു കാരണം, സാധാരണ ഇപ്പോൾ തനത് നാടക പ്രസ്ഥാനത്തിനെ കുറിച്ച് ഇപ്പോൾ അവനവൻ കടമ്പയുടെ ആമുഖത്തിലൊരു ചർച്ചയും അയ്യപ്പ പണിക്കരും പിന്നെ കാവാലം നാരായണ പണിക്കരും ജി ശങ്കരപ്പിള്ള, എം ഗോവിന്ദനുണ്ടോ എനിക്ക് സംശയം ഇല്ല, ഇവരെല്ലാവരും കൂടി അക്കാലത്തെ ഈ പരീക്ഷണങ്ങൾ, റിഹേഴ്സലുകൾ, നാടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അത് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ കേരളത്തിൻ്റെ നാടക ചരിത്രത്തിൽ, സാംസ്കാരിക ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടവയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ റഫീഖ് സാഹിബ് പറഞ്ഞു എത്ര സ്ക്രിപ്റ്റുകളാണ്, അത് ഗംഭീര സ്ക്രിപ്റ്റുകൾ. ഇന്നിപ്പോൾ പ്രഹസനങ്ങൾ നമ്മുടെ ഡിസ്കഷനിൽ വന്നതാണ്. NP ചെല്ലപ്പൻ നായർ, ആ പ്രഹസനങ്ങളിലൊക്കെ വെല്ലുന്ന, ഞാൻ വായിച്ചിട്ടുണ്ട് ആ പ്രഹസനങ്ങളൊക്കെ. ഇവരൊക്കെ ചെയ്ത ഹാസ്യം, ഉരുളക്കുപ്പേരി ആയിട്ടുള്ള ഡയലോഗുകൾ, അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊന്നും ഒന്നും ആ ബുദ്ധി ഇല്ലല്ലോ, നമ്മളൊക്കെ കുട്ടികളല്ലേ, നമ്മൾക്ക് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യണമെന്നോ ഇപ്പം ചോദിക്കുമ്പോൾ ആ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ പറയണത് അതിൻ്റെയൊക്കെ ഒരു ഗൗരവം ആ രീതിയിൽ മലയാളത്തിന് പഠിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആ സന്ദർഭങ്ങളെക്കുറിച്ച് ആളുകൾ പറയുകയോ എഴുതുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഡോക്യുമെൻറ്റേഷൻ നടക്കണം എന്നുള്ളതാണ് വരും തലമുറക്ക്. അല്ലെങ്കിൽ ഒരു വാപ്പാനെ കുറിച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വാപ്പാടെ രചനകളൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല, പുറമെ കണ്ടിട്ടില്ല, നിങ്ങൾ അതിനു വേണ്ടി ഒരു ശ്രമം നടത്തുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പേരോടൊക്കെ അതിനെപ്പറ്റി, മാധ്യമത്തിലുള്ള കുറച്ച് പേരോടൊക്കെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഫാത്തിമ പറഞ്ഞതപ്പോൾ ശരിക്കും വന്നത്. ഇപ്പം മീഡിയ വണ്ണിൽ ആണ് അവൾ, ഇപ്പോൾ അത് കോഴ്സ് കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ആ അതിനെ ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉണ്ടായിരുന്നവരുടെ നാടക അവതരണങ്ങൾക്കുള്ളൊരു പ്രധാന മണ്ണൊരുക്കൽ അല്ലെങ്കിൽ അരങ്ങൊരുക്കൽ ആരായെന്ന് വെച്ചാൽ ഗ്രന്ഥശാല സംഘങ്ങൾ, ലൈബ്രറികൾ. കാരണം അതിന് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സാക്ഷരതാ പ്രവർത്തനങ്ങൾ, വായനയുടെ ഒരു പ്രചരണം, അതൊക്കെ ഒരു ഇടതുപക്ഷത്തിലേക്കുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരിതായിട്ട് ഒരു ടൂളായിട്ട് അവർ അന്ന് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന പലയിടത്തും ഗ്രന്ഥശാല വാർഷികങ്ങളിലായിരുന്നു. സ്വാഭാവികമായിട്ട് അത് രണ്ടും സമാന്തരമായി പോയി. അതായത് ഈ പ്രബുദ്ധരാക്കുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ അല്ലെങ്കിൽ മനസ്സിലുള്ളവരാക്കി നിരീശ്വരത്തിലേക്ക് വരെ എത്താവുന്ന ഒരിതുണ്ടാക്കുക, അതിന് അരങ്ങൊരുക്കുന്നത് ഗ്രന്ഥശാലകളായിരുന്നു. അതിൻ്റെ മറ്റൊരു വേർഷനായിട്ട് മദ്രസ വാർഷികങ്ങൾ, കേരളത്തിലെ ഇസ്ലാമിക ഉണർവിൻ്റെ, അതായത് മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെയും ജമാഅത്ത് ഇസ്ലാമി ഒക്കെ മുൻകൈയെടുത്ത് നിൽക്കുന്ന മദ്രസകളുടെയും വാർഷികങ്ങളെ ഇതിൻ്റെ ഒരു ബദൽ ഇതാക്കി കൊണ്ടുവരുന്നതിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചരിത്രം തന്നെ ഇവിടെ റഫീഖ് സാഹിബിനൊക്കെ പറയാനുണ്ടാവും. അതൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇതിൻ്റെ പൂർണ്ണത ആവുമെന്ന് തോന്നുന്നുണ്ട്. മദ്രസ വാർഷികങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഇസ്ലാമികമായ ഉണർവിന് കലാപരമായിട്ടുള്ള ഒരു പിന്തുണ കൊടുത്തത് എന്നുള്ളതൊന്ന് പറയേണ്ടത്. സക്കരി, ഈ മദ്രസ വാർഷികങ്ങൾ മദ്രപ്പാല ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ജമാഅത്തിൻ്റെ മദ്രസയാണ് മുജാഹിദിൻ്റെ മദ്രസ എന്ന് പറഞ്ഞാൽ ആരും കുട്ടികളെ ചേർക്കില്ല. അതൊരു പഴച്ച വർഗ്ഗമാണ്, നമ്മളെ മുശരിക്കാക്കുന്ന കൂട്ടരാന്നിട്ട് അധികം നമ്മളെ മദ്രസയിലെ കുട്ടികളുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ആദ്യമായി ഒരു കലാപരിപാടി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതൊരു മുസ്ലിമാകാൻ നോക്കുന്ന നാടകം ആദ്യം അവതരിപ്പിച്ചത് സലാമത്ത് നഗർ, മമ്പാട് സലാമത്ത് നഗറാണ്. അന്ന് വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടുത്തെ കലാപരിപാടി ആ നാടകം കണ്ടതിന് ശേഷം അന്ന് അത് ആകെ 30-40 കുട്ടികളുണ്ടായിരുന്നുള്ളൂ. അടുത്ത പിറ്റത്തെ അധ്യയന വർഷത്തിൽ 100-ലധികം കുട്ടികളായി. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും മദ്രസയിലെ കുട്ടികളുടെ വർധനവിന് കാരണമായിട്ടുണ്ട്. ജമാഅത്തിനോടൊരു ആഭിമുഖ്യം ഉണ്ടാകാനും കാരണമായിട്ടുണ്ട് വാർഷികങ്ങൾ. അത് അന്ന് ആ കാലത്ത് വേറെ കലകളൊന്നും ഇല്ല. ഇപ്പോൾ പിന്നെ തോണ്ടിക്കുറി അതുകൊണ്ട് എല്ലാ കലകളും അസ്തമിച്ച് ഇപ്പോൾ
മറ്റേ മൂസാനബിൻ്റെ വടി, ഫിറോൻ്റെ പാമ്പിൻ്റെ കൂട്ടത്തിന് മുഴുവൻ വിഴുങ്ങിയതുപോലെ മൊബൈൽ ഇപ്പം എല്ലാറ്റിനും വിഴുങ്ങിക്കഴിഞ്ഞു. അതുപോലെ കാര്യം. ഏതായാലും ആ കാലത്ത് വളരെ ഫലപ്രദമായ ഒരു പരിപാടി തന്നെയായിരുന്നു മദ്രസ വാർഷികങ്ങളും നമ്മുടെ കോളേജ് വാർഷികങ്ങളൊക്കെ. ഇപ്പം പിന്നെ കലയൊക്കെ വേറെ കോലത്തിലായി. ഇപ്പം കല വികലമായൊരു കാലഘട്ടമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് കല കൊണ്ട് ഒരു കലാപം ഉണ്ടാവില്ല, ഒരു ഇൻകിലാബ് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെയാണ്? ഇല്ലില്ല, നിങ്ങൾ പറഞ്ഞോളൂ. എനിക്ക് ഇവർ 3 പേരും ഇവിടെ ഇരുന്നപ്പോൾ അങ്ങോട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കുറേ കുട്ടികളുണ്ട്. അപ്പം അവരിങ്ങനെ ഞാൻ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സിനിമാക്കാരനായതുകൊണ്ട് പിന്നെ വളരെ സ്നേഹത്തോടെയും കുറച്ച് മുഖത്ത് ബഹുമാനവും ഒക്കെ വെച്ച് സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ഉണ്ടായി. അപ്പം എനിക്കത് കുറച്ച് ഇവർക്ക് കൊടുക്കണമെന്ന് വളരെ ജെന്യൂനായിട്ട് തോന്നിയതുകൊണ്ട് അതിൻ്റെ പങ്ക് പിന്നെ മാത്രമല്ല നമ്മളെ മരണങ്ങൾ നമ്മളെ വല്ലാതെ കുറേ കാര്യങ്ങൾ മാറി ചിന്തിപ്പിക്കും എന്നുള്ള. അപ്പം ജീവിച്ചിരിക്കെ തന്നെ ചിലപ്പം ഇത് പറയാൻ ഞാനുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഇവരിവിടെ ഇരുന്നിട്ട് എനിക്കിത് പറയാൻ പറ്റാത്ത ഇതിലുള്ള പിന്നീട് അടുത്ത നിമിഷം ഇവരില്ലാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഞാനില്ലാണ്ടാവുമ്പോൾ പിന്നെ പ്രശ്നമില്ല. പക്ഷേ ഇവരില്ലാണ്ടാവുമ്പോൾ ഞാനുണ്ടാവുക എന്ന് പറയുന്നത്, പിന്നെ എനിക്കത് പറയാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നതുമാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഹിക്കമൻ്റെയും സമീൽ ഖാൻ്റെയും ജമീൽ ഖാൻ്റെയൊക്കെ ശിഷ്യനാണ്. ഈ കലാ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളിലും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഹിക്കമൻ്റെ ഗുരുക്കന്മാരാണ് ഈ ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ ആ ഒരു ലീനേജ് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ കണക്ട് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം എനിക്കും അത് പിന്നെ ഈ റഫീഖ് സാഹിബിൻ്റെ സൗജന്യക്കോഴി ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ, ഇന്നിപ്പോൾ അതൊന്നും സാധ്യമല്ല. അനുവാദമില്ലാതെ ഒരു വാക്ക് പോലും ഒരു ഡയലോഗ് പോലും ഒരാളത് എടുത്ത് ഉപയോഗിക്കൽ ഇന്ന് സാധ്യമല്ല ശരിക്കും ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നും അനുവാദം ഇല്ലാതെ തന്നെ പിന്നെ അദ്ദേഹം അങ്ങനെ അതൊരു വഖഫായി കൊടുത്തത് കൊണ്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഉറപ്പായിട്ടും അത് പഴയ കാലത്ത് ആ സൗജന്യക്കോഴി എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിലൊന്ന് സൗജന്യക്കോഴി ആയിരിക്കും. അതുമാത്രമല്ല റഫീഖ് സാഹിബ് ഞങ്ങളുടെ നാട്ടിലെ അതിലെനിക്ക് പങ്കില്ല, പക്ഷേ അതൊരു ഷോർട്ട് ഫിലിം വരെ ആക്കിയിട്ടുണ്ട് സൗജന്യക്കോഴി. അതുപോലും റഫീഖ് സാഹിബിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ പറയേണ്ടതില്ല എന്നുള്ള ആ ഒരു ധൈര്യം നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം അത് ശരിയല്ല, ഉറപ്പായിട്ടും അത് ശരിയല്ല. പക്ഷേ അദ്ദേഹം അത് വഖഫായിട്ടാണ് അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് സൗജന്യക്കോഴി ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. പിന്നെ അത് SIO ബാലസംഘമായി ബന്ധപ്പെട്ട് ഇത് നമ്മളെ നാട്ടിൽ നിന്ന് അത് പോയി കാണുന്ന ഒരാൾ തിരിച്ചു വന്നത് നമ്മളെ പഠിപ്പിക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് അറിയുന്ന ഒരാൾ നമ്മളെ വന്ന് പഠിപ്പിക്കുന്ന ആ ഒരവസ്ഥയാണുള്ളത്. പിന്നെ ആ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള റഫീഖ് പോത്തുകല്ലിൻ്റെ നാടകമുണ്ട് എന്ന് പറയുമ്പോൾ ശാന്തപുരത്തെ വാർഷികങ്ങൾ ഉണ്ടാവുമ്പം അങ്ങോട്ട് പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന. അപ്പോൾ അത് ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് കാലമായി കണ്ടിട്ടും റഫീഖ് സാഹിബിന് എന്നെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ അതിപ്പം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ആ പ്രചോദിപ്പിച്ചതിനുള്ള സ്നേഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പറയുകയാണ്. ഞാൻ ഏറ്റവും ചെറുപ്പത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒരു 5 മിനിറ്റ് കൂടെ എടുത്തോട്ടെ, 5 മിനിറ്റ് എടുത്തോട്ടെ, കാരണം അതൊരു ഇത് നൽകലാണ്. എന്താണ് അപ്പോൾ അത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് SIOൻ്റെ മിന്നാമിന്നി എന്ന് പറഞ്ഞിട്ടൊരു കലാജാഥ ഉണ്ടായിരുന്നു. അതിനൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആദ്യം കൊണ്ടോട്ടി മർക്കസിൽ വെച്ചിട്ട് ആയിരുന്നു ആ ക്യാമ്പ് ഉണ്ടായിരുന്നത്. അന്നാണ് ഞാൻ ഏറ്റവും ആദ്യമായി ജാബിർ ഖാനെയും ഇക്മത്തിനെയും സമീൽ ഖാനെയും ജമീൽ ഖാൻ അന്നത്തെ ക്യാമ്പിലുണ്ടായിരുന്നു, അത് കേണ്ടിട്ടുള്ളതിലുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? എനിക്ക് ഒരു അപ്പം അത് ഈ കലാജാഥയ്ക്ക് വേണ്ടിയുള്ള ക്യാമ്പായിരുന്നു. അപ്പോൾ അന്നാണ് ഇവരെ പരിചയപ്പെടുന്നതും അന്ന് ആ പരിചയപ്പെട്ടത് മുതൽ
തുടങ്ങിയ സൗഹൃദം ഉണ്ടാകുന്നത്. അപ്പം ആ സമയത്ത് ജാബിർ ഖാൻ്റെ എനിക്ക് ഓർമ്മയുള്ളത് ഒരു പഴയ മാപ്പിളപ്പാട്ടുണ്ട്, നെയ്യപ്പം തിന്നാഞ്ഞിട്ടോ. അത് പഴയ പാട്ടല്ലേ, ശരിക്കും വേറൊരാളുടെ പാട്ടാണ്. പക്ഷേ അതെനിക്ക് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്, ഞാൻ അതുവരെ വിചാരിച്ചത് ജാബിർ ഖാൻ എഴുതിയ പാട്ടാണെന്ന്. പക്ഷെ അത് പാട്ടായിട്ടല്ല, അതിങ്ങനെ ഒരു അവതരണമായിട്ടാണ്. 2 പേര്, ഒരു ഭാര്യയും ഭർത്താവും. അപ്പോൾ അത് അപ്പങ്ങളുണ്ട്. അപ്പം 2 പേര് അപ്പം ആ പാട്ട് ഞാൻ എവിടെയും അല്ല എഴുതി പഠിച്ചതല്ല, എനിക്കതറിയാം. നെയ്യപ്പം തിന്നാഞ്ഞിട്ടോ, നെയ്യലുവപ്പൊതി വാങ്ങാഞ്ഞിട്ടോ, മാണിക്കക്കല്ലേ നിൻ്റെ കണ്ണും മുഖവും വാടി, റബ്ബാണെൻ്റെ പൊന്നും കെട്ടേ, കയ്യിൽ കാശില്ല, എൻ്റെ കയ്യിൽ പണമില്ല, എന്നെ കൊണ്ടൊരു ഗതിയില്ല. പിന്നെ ഭാര്യ തിരിച്ചു പറയുന്നത്. അപ്പോൾ ഇവർ 2 പേരും അത് അപ്പോൾ അത് പക്ഷേ അഭിനയിച്ചിട്ടാ ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു ഭർത്താവായിട്ട് ജാബിർ ഖയും ഭാര്യയായിട്ട് ബിൻസിയാണ് തോന്നുന്നത്. അപ്പോൾ അതൊരു അവതരണ ഒരു തിയേറ്റർ ആയിരുന്നു അത്, പാടിക്കൊണ്ടുള്ള സംഗീതം അത്. അപ്പോൾ എനിക്ക് പിന്നീട് മനസ്സിലായത് ഇവർ പല പരീക്ഷണങ്ങളും ക്യാമ്പുകളിലും നടത്തും. ഇവരുടെയൊക്കെ 20, 25, 22 വയസ്സാണത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇക്കുമക്കൊക്കെ 18, 19 വയസ്സോ അങ്ങനെ എന്തോ ആണ്. അപ്പം അത് നമ്മളെ പിടിച്ച് നിർത്തിയ, ഇവരിൽ പിടിച്ച് നിർത്തിയ കലയിൽ പുതിയ പരീക്ഷണങ്ങളും പുതിയ കാര്യങ്ങളും ചെയ്തു നോക്കണമെന്ന് പിടിച്ച് നിർത്തിയ കാര്യങ്ങൾ. അതിനുശേഷം ഞങ്ങളൊരു നാടകം പഠിച്ചു. ആ നാടകം എനിക്ക് ഇന്നും മുഴുവനും ഓർമ്മയുണ്ട്. ആടിനെ പട്ടിയാക്കുന്ന വിധം. അത് ജാബിർ ഖാൻ എഴുതിയ നാടകമാണ്. മഴയും മതിലും. ആടിനെ പട്ടിയാക്കുന്ന വിധം ജാബിർ ഖാൻ അത് പിന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. മഴയും അല്ല, ഈ ആടിനെ പട്ടിയാക്കുന്ന ഇത് സംവിധാനം ചെയ്ത ജാബിർ ഖാനാണ്. എന്തായാലും പിന്നെ ആ ചന്തയിൽ ആടിനെ വിൽക്കുന്ന ആളായിട്ട് പിന്നെ അത് പറഞ്ഞു തന്നത് ജാബിർ ഖാനാണ്. അത് ആ പറച്ചിലിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ ആനാട് കൊറ്റനാട് അങ്ങനെ മറ്റേ ഈ അങ്ങാടി മരുന്നുകൾ വിൽക്കുന്ന ആളുകൾ പറയുന്ന പോലെ. അപ്പോൾ അതിൽ ഏറ്റവും ഈ ആദവനാട് വളാഞ്ചേരിക്ക് അടുത്തുള്ളൊരു സ്ഥലം. അപ്പോൾ മൂപ്പര് അതും അതിൽ ചേർക്കും. ആണാട്, ആദവനാട്, കൊറ്റാട്, കൂറ്റനാട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. എന്നിട്ട് ആടിനെ പിന്നെ മേടിക്കാൻ വേണ്ടി ഒരാൾ മകളുടെ കുട്ടീൻ്റെ മുടിയാഴ്ചലിന് വേണ്ടിയിട്ട് ആടിനെ മേടിക്കാൻ വേണ്ടി വരുന്നതും, പിന്നെ അതും കൊണ്ട് പോകുമ്പോൾ ഇത് ആടല്ലല്ലോ പട്ടിയാണെന്ന് പറയുന്ന അതാണ് ആ നാടകം. ഇത് പിന്നീട് ഞങ്ങളെ പിന്നെ എടയൂർ പഞ്ചായത്തിൽ ജലനിധി, ജപ്പാൻ കുടിവെള്ള പദ്ധതി വന്നപ്പം അവരുടെ സ്പോൺസർഷിപ്പിലൊരു തെരുവ് നാടകം, ജപ്പാൻ കുടിവെള്ള പദ്ധതി നാട്ടുകാർക്ക്, എല്ലാ വാർഡുകാർക്കും അറിയാൻ വേണ്ടിയിട്ട് ഒരു തെരുവ് നാടകം. അതിനവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു 10 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെ എങ്ങാനും സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അപ്പം എടയൂർ പഞ്ചായത്തിലെ നാടകം കളിക്കുന്ന കുട്ടികൾ ആരൊക്കെയാന്ന് നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വിളിക്കുന്നു, റിഹേഴ്സൽ ചെയ്യിപ്പിക്കുന്നു. ഇനി നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത് ചോദിച്ചാൽ, അപ്പോൾ ഞങ്ങൾ ഈ നാടകം ഇതും ചെയ്തു. അപ്പോൾ ഇത് ഭയങ്കര അത്ഭുതമായി ആ കമ്മിറ്റിക്ക്, ഇങ്ങനെ ഒരു നാടകം. പിന്നെ ഞങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ടി. അതുകൊണ്ട് എങ്ങനെ ബുദ്ധിമുട്ടി വെച്ചാൽ, ഞങ്ങൾ ഇതേപോലെ 1-2 എണ്ണം ഈ പിന്നെ നെയ്യപ്പം തിന്നാഞ്ഞിട്ടോ അതും അവതരിപ്പിക്കും, ആടിനെ പട്ടിയാക്കുന്ന വിധം അവതരിപ്പിക്കും. പിന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ ജലനിധിയുടെ ഇത് 99, 2000 ആട്ടോ കാലഘട്ടം, 2001. അപ്പം പിന്നെ ഇതിൻ്റെ കൺവീനർ ഉണ്ടായിരുന്നു, 2 കൺവീനർമാരുണ്ടായിരുന്നു. അതിലൊരു കൺവീനർ എൻ്റെ മരണപ്പെട്ടു പോയി, അതാവ് പുറത്തു കൊടുക്കട്ടെ, എൻ്റെ മൂത്താപ്പയായിരുന്നു. അപ്പം മൂത്താപ്പ ഇത് ഭയങ്കര കൗതുകമായി, കുട്ടികൾ ഇത് അവതരിപ്പിക്കാമല്ലോ അവരുടെ സ്വന്തമായ കഴിവിൽ. അപ്പോൾ മൂപ്പർക്ക് ഇതിൻ്റെ ഈ ആടിനെ പട്ടിയാക്കുന്നത് ഭയങ്കര ഇഷ്ടമായി മൂപ്പർക്ക്. എന്നാൽ മൂപ്പർ ഓരോ വാർഡിലും ഇതെത്തുമ്പോൾ മൂപ്പർ പറയും, ഈ കുട്ടികൾ ഇവിടെ ഒരു നാടകം കളിക്കാൻ പോവുകയാണ്. വളരെ വ്യത്യസ്തമായ, നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു നാടകമാണ് ഈ കുട്ടികൾ കളിക്കാൻ പോകുന്നത്. ഒരു വയസ്സായ കാക്ക അയാളുടെ മകളുടെ കുട്ടിയുടെ മുടിയാഴ്ചലിന് ആടിനെ വാങ്ങാൻ വരുന്നു. അപ്പോൾ ചന്തയിലത് ആട് ഇങ്ങനെ പറഞ്ഞ് മൂപ്പര് നാടകം മുഴുവനും പറയും. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുണ്ട് സൊഫാന് അവരൊക്കെ, നമ്മളിഞ്ഞ് എന്തിനാ, ഞങ്ങൾ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളിഞ്ഞ് എന്തിനാ കളിക്കണം. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം, അപ്പോഴൊക്കെയും ജാബിർ ഖാനാണ് നമ്മുടെ ഉള്ളിലുണ്ടാവുക എല്ലാ സമയത്തും. ഞാൻ ആദ്യമായി ഒരു സ്ക്രിപ്റ്റ് എഴുതി നോക്കി, സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി നോക്കിയിട്ട്
എനിക്കിത് ആരോടെങ്കിലും പറയണം. അപ്പോൾ എം നൗഷാദ് അപ്പോൾ ഡിഗ്രിയാണ്, വലിയ സ്ക്രിപ്റ്റ് എഴുതി നോക്കി, അതുവരെ ഷോർട്ട് ഫിലിമും ഇതൊക്കെ ചെയ്തു. അപ്പം എം നൗഷാദ് ആണ് പിന്നെ ആ സമയത്ത് മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഷിയാബ് ഖാൻ ഒന്ന് കാണിച്ചു നോക്ക്, ഷിയാബുദ്ദീൻ പൊയ്ത്തും കടവ്. അങ്ങനെ ഞാൻ ഷിയാബുദ്ദീൻ പൊയ്ത്തും കടവിനെ വിളിക്കുന്നു. അത് ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്തോ ആണ്. വിളിച്ചിട്ട് കോഴിക്കോട് മൂപ്പരോട് സമയം തരുന്നു, മൂപ്പരോടത് പിന്നെ സ്ക്രിപ്റ്റൊക്കെ പറയുന്നു, അത് അഭിപ്രായം അറിയാൻ. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ തിരഞ്ഞെടുത്തത് ഞാൻ ജാബിർ ഖാനായിരുന്നു. അപ്പോൾ ജാബിർ ഖാൻ പിന്നെ അന്ന് പാട്ട്, അതായത് യൂട്യൂബിൽ പാട്ട് വന്നിട്ടില്ല, പിന്നെ ആയി വരുന്ന പിന്നെ പുറത്തേക്ക് അദ്ദേഹം പാടാറില്ലായിരുന്നു. ഒന്ന് പിന്നെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് അവൈലബിൾ ആവാത്തൊരു സമയം കൂടെ ആയിരുന്നു മൂപ്പര് ഇക്രയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, ഒരു ദിവസം വന്ന് മൂപ്പരുടെ സമയം മെനക്കെടുത്തി ഞാനും അമീൻ അസ്ലം മൂപ്പരുടെയൊക്കെ ബന്ധുക്കാരൻ തന്നെയാണ് പോയി സ്ക്രിപ്റ്റ് മുഴുവനും പറഞ്ഞു. ആ സിനിമ എനിക്ക് ഓർമ്മ പോലും ഇല്ല സ്ക്രിപ്റ്റിൻ്റെ വിശദാംശം ഇപ്പം. എന്ന് വെച്ചാൽ അത്രയും മാത്രം നല്ല സ്ക്രിപ്റ്റ് ഒന്നല്ല, പക്ഷേ അദ്ദേഹം വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ആ ഒരു പോയിൻ്റ് എനിക്കിപ്പോഴും ഓർമ്മയാണ്. അത് ആ പോയിൻ്റാണ് നമ്മളുടെ ആർട്ടിസ്റ്റിനെ എപ്പോഴും നിലനിർത്തേണ്ടത് എന്നുള്ളത് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച പോയിൻ്റാണ്. അപ്പോൾ അതിൽ വളരെ സമകാലികമായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഈ എയർ ഇന്ത്യൻ്റെ ഇഷ്യൂ എപ്പോഴും ഉണ്ടാവുന്നൊരു സമയമാണ്. അപ്പോൾ മൂപ്പര് അതിന് ഉദാഹരണം പറഞ്ഞെന്ന ഒരു കാര്യം, അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കാലങ്ങൾ ഭേദിച്ച് നിൽക്കുന്ന പോലെ ഉള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവണം. ഉദാഹരണത്തിന് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എയർ ഇന്ത്യൻ്റെ ഒരു അപ്പം ഒരാഴ്ച ഉണ്ടായ ചില കോമഡി ഉണ്ടാവുമല്ലോ, അത് അതിൽ വരുന്നതോടുകൂടെ അതൊരു 10-20 കൊല്ലം കഴിഞ്ഞ് കാണുന്ന ആൾക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളത് മുഴുവൻ പറയണം. അപ്പം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രം എനിക്ക് ഇപ്പം ഓർമ്മയുണ്ട് ജാബിർ ഖാൻ്റെ. അപ്പം അത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സലാം ഖാനിലേക്ക് വരുമ്പോൾ കുറച്ച് അധികം പറയാണ്ട് ഞാൻ വേഗം പെട്ടെന്ന് നിർത്താം. പിന്നെ ഞങ്ങൾ സുഡാനി ഫ്രം നൈജീരിയ എടുക്കുന്ന സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് മൂപ്പർക്ക് അതിപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൂപ്പർക്ക് അതിപ്പോൾ കേൾക്കുമ്പോൾ ഇപ്പോഴും മൂപ്പർക്ക് നഷ്ടബോധം ഉണ്ടാവും. എന്നാലും നഷ്ടബോധം ഉണ്ടാവില്ല, എന്നാലും ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷേ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു എഴുതുന്ന സമയത്ത് ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിൽ പിന്നെ അത് അത്ര ഞങ്ങൾ ആ കഥാപാത്രത്തെ വളർത്തിയില്ല, പിന്നെ അത് മുന്നോട്ട് പോയില്ല. പക്ഷേ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഈ സെവൻസ് ടൂർണമെൻറ്റ് നടത്തുന്ന ഒരു കമ്മിറ്റി പ്രസിഡൻറ്റിൻ്റെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ഈ മജീദിനായിട്ട് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും അർത്ഥത്തിൽ, അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഡയലോഗ് ഒരു സാധനം അത് നമ്മൾ സലാം കൊടിയത്തൂരിന് ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം എന്ന് ഞാനും മൂസിനും തീരുമാനിച്ച് ഉറപ്പിച്ചുള്ള ഒരു കഥാപാത്രമായിരുന്നു. അപ്പം മജീദ് വന്നിട്ട് പിന്നെ ഈ കമ്മിറ്റി പ്രസിഡൻറ്റിനോട് ഇത് പറയുന്നുണ്ട്, പൈസ കുറവുള്ള കാര്യങ്ങൾ എപ്പോഴും പിന്നെ ഇതിങ്ങനെ മാത്രം ഇങ്ങനെ എൻ്റെ ടീമിനെ മാത്രം ഇങ്ങനെ ആക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ പറയുന്ന ഡയലോഗാണ്, മജീദ് ഈ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ കെട്ടിയ ലൈറ്റും ഗ്രൗണ്ടൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ കളിക്കണത് എന്നുള്ള ബോധം എനിക്ക് എപ്പോഴും വേണം എന്നുള്ളൊരു ഡയലോഗും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സലാം ഖാനെ വിളിച്ചു. സലാം ഖാനായിട്ട് വളരെ അതിലേക്ക് ഞാൻ വരാം, ആ സൗഹൃദത്തിലേക്ക്. അപ്പോൾ മൂപ്പര് ഇങ്ങനെ പലതവണ ആലോചിച്ചിട്ട് പക്ഷേ അത് സ്വാഭാവികതയോടുകൂടെ നിരസിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾക്കത് ഇപ്പം ഇനി അത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്നും ഞാൻ മൂസിൻ ബരാരി എന്താ ഉദ്ദേശിച്ചതെന്നും പിന്നെ മൂപ്പര് അതെന്തുകൊണ്ട് അത് പിന്നെ മൂപ്പരോട് ചോദിക്കണം. അല്ല മൂപ്പര് പിന്നെ അങ്ങനെ ഒരു ഈ അന്തർമുഖൻ എന്ന് പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. മൂപ്പര് ഇങ്ങനെ കഷ്ടപ്പെട്ട് പിന്നെ എന്താ പറയുക അതിൻ്റെ വിപരീതം മലയാള ഭാഷ പറയട്ടെ ബഹിർമുഖനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സിനിമയിൽ ഞാൻ ആദ്യമായൊരു പുറത്തുള്ള സ്ക്രിപ്റ്റ് കാണുന്നത് സലാം കൊടിയത്തൂരിൻ്റെ സ്ക്രിപ്റ്റാണ്. പിന്നെ വരനെ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനേതാക്കൾ അത് പിന്നെ ആദ്യത്തെ സിനിമ നിങ്ങളെന്നെ ഭ്രാന്തനാക്കി സിനിമ വന്നപ്പം ഞാനൊരു കത്തെഴുതി, സലാം കൊടിയത്തൂരിന് ഒരു കത്തെഴുതി, അതിൻ്റെ ഒരു അപ്രിസിയേഷൻ വെച്ചിട്ട് കത്തെഴുതി, അതിലെ രസമുള്ള കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കത്തെഴുതി. ആ കത്തിന് അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ മറുപടി അയച്ചു.
അത് ഞാൻ ആ മറുപടിയും കൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയിട്ട് ആ പള്ളിയിലെ മുഴുവൻ ആളുകളെയും കാണിച്ചു. ആ കത്തിൻ്റെ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ അടുത്ത് ഞങ്ങളത് ഷെയർ ചെയ്തു. അപ്പോൾ അവർക്കും വലിയ അത്ഭുതമായി. കാരണം സലാം കൊടിയത്തൂരിനെ പോലെ ഒരാൾ കത്തയക്കുക എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വരനെ വിൽക്കാനുണ്ട് എന്ന സിനിമയുടെ അഭിനേതാക്കളെ ക്ഷണിക്കുന്ന എന്തോ ഒരു ഇതിലോ അതോ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിട്ടോ അങ്ങോട്ട് പോവുകയും ഓഡീഷനിൽ പങ്കെടുക്കുകയും ഷൂട്ടിങ്ങിന് വരണമെന്ന് പറയുകയും ചെയ്തു. ഞാനും അമീൻ അഫ്സൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്തും പിന്നെ അഷ്റഫ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സുഹൃത്തും കൂടെ. പിന്നീട് അഭിനയിക്കാൻ പോയപ്പോൾ അന്ന് 10ാം ക്ലാസ് നമ്മൾ സ്കൂളിൽ നിന്ന് IRC നിന്ന് അവധിയൊക്കെ ചോദിച്ച് സലാം കൊടിയത്തൂരിൻ്റെ സിനിമയിൽ അഭിനയിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് പോവുകയും അന്ന് PA മനീഫ് സാഹിബ് അദ്ദേഹം ഒരു വലിയ റോള് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനന്ന് വരാൻ പറ്റാതെ ആവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വരികയോ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ആ കഥാപാത്രം അന്നും അതിൻ്റെ പിറ്റേ ദിവസം നടക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരിക ചെയ്ത്. അതിന് പകരമായി അവിടെ ഒരു ബോഡി കത്തിക്കരിഞ്ഞ ഒരു ബോഡി കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കൂടെയുള്ള അമീൻ അഫ്സൽ എൻ്റെ കാൽഭാഗം മാത്രം ഇങ്ങനെ കാണിക്കുകയും അതിനുവേണ്ടി വൈകുന്നേരം വരെ അവിടെ നിൽക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിലും ഇതിലൊക്കെ ഈ സ്ക്രിപ്റ്റ് ഇവിടെ മേശമേലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ അതൊക്കെ ഒന്ന് മറിച്ച് നോക്കും. അപ്പോൾ അപ്പോഴാണ് പിന്നെ ഇത് മനസ്സിലാവുന്നത്, അപ്പോൾ എനിക്ക് സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ നേരത്തെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ എഴുതി ഇങ്ങനെയാണ് എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് ഇപ്പുറത്ത് ഷോർട്ട് എഴുതി ഇപ്പുറത്ത് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു രൂപം മനസ്സിലാക്കുന്നത്. അന്ന് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. വീണ്ടും ഞാൻ അഭിനയിക്കാൻ പോയി. അത് പാദയാത്രക്കൊരു ടിക്കറ്റ് എന്ന് പറഞ്ഞ ഇതിൽ അഭിനയിക്കാൻ പോയതല്ല, എന്തെങ്കിലും വേഷം കിട്ടും എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാനും ഐസമീൽക്കയും കൂടെയാണ് ബൈക്കിൽ അങ്ങോട്ട് പോയത്. എന്നിട്ട് പക്ഷേ ഞങ്ങൾക്കൊരു വേഷം കിട്ടിയ ഒരു ദുരന്തം നടന്ന വീടിൻ്റെ മുമ്പിൽ ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കി. ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അത് ഇപ്പോൾ ഇന്നലെ ഞാൻ ഇവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഫോട്ടോ, ഞാൻ അയച്ചുതരാം. അപ്പം നമുക്കത് അതന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഇത് കാണുക എന്നുള്ള, ഈ സിനിമ എടുക്കുന്നത് കാണുക, ഇതിൽ പങ്കാളികളാവുക എന്നുള്ള. പിന്നെ അദ്ദേഹം പിന്നെ ഒരു സിനിമയുടെ ആ സിനിമയിൽ തന്നെയാണ് തോന്നുന്നു ഒരു ഡബ് ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ചൊരു കുട്ടിക്ക്. ഞാൻ വളാഞ്ചേരിയിൽ നിന്ന് ഇവിടെ മാങ്കാവ് സ്റ്റുഡിയോയിൽ ഉണ്ണിമലയിലെ സ്റ്റുഡിയോയിൽ ഉണ്ണിമലയിലെ ഇപ്പോൾ അടുത്ത് ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാനത് അനുസ്മരിച്ചു. അപ്പം ശബ്ദം കൊടുക്കുകയും പിന്നെ അവിടെ നിന്നുള്ള സൗഹൃദം, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും, ചിലപ്പോൾ ഞങ്ങൾ ചില സിനിമയെക്കുറിച്ച് സംസാരിക്കലൊന്നുമില്ല, പിന്നെ സിനിമയെക്കുറിച്ച് സംസാരിക്കൽ നിർത്തി ജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് അത് വലിയ സൗഹൃദത്തിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം എനിക്ക് ആ ഒരു സ്നേഹം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ തനിമയിൽ മുന്നിൽ വെച്ച് ഞാൻ ഇവർക്ക് ഔപചാരികതയുടെ ഭാഷയിൽ തന്നെ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എന്നെക്കൊണ്ടത് എൻ്റെ മനസ്സിപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ ഉസ്താദുമാർക്കുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും എന്നും ഉണ്ടാവും എന്നറിയിച്ചുകൊണ്ട് കൂടുതൽ സമയമെടുത്തതിൽ നിങ്ങളോടും കൂടെ ക്ഷമ ചോദിച്ച് നിർത്തുന്നു. ഇനി ആർക്കൊന്നുമില്ലല്ലോ, ഇനി ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഒരു എൻഡ് നോട്ടായിട്ട് അവർ പറയുന്നത് നമ്മൾ ഓരോരുത്തരും പറയുന്നത് കേൾക്കാം. ഒരു സമാപനം ഓരോരുത്തരും പറയും. എന്തായാലും ഈ എന്തെങ്കിലും ഒരു ഉപദേശമോ അറിയത്തിൻ്റെ ആൾക്കാരാണ് നിൽക്കുന്നത്. ചോദിക്കാനല്ല, പറയാനുള്ളൂ. സത്യത്തിൽ ഈ സെഷൻ ആരംഭിക്കുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് നല്ല താടിയൊക്കെ വെച്ചൊരു മുസ്ലിയാർ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് എന്താണ് ഇതിൽ കാര്യമെന്നാണ് ആദ്യം. ഞാനിപ്പോൾ തെക്കുന്ന് വരുന്ന ആളാണ്. തെക്കെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ, ആലപ്പുഴ. അപ്പോൾ സാധാരണ നമ്മൾ പൊതുവെ തെക്കരെക്കുറിച്ച് മൊത്തത്തിൽ കേരളത്തിൽ പറയുന്നത് കുറച്ചൊരു അഹങ്കാരവും കുറച്ച് മേൽക്കോയ്മയുള്ള സ്വഭാവമുള്ള ആൾക്കാരെന്നാണ് പൊതുവെ പറയുന്നത്. മലബാറുകാർ നല്ല ആൾക്കാരെന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത്. എന്തായാലും ഞാൻ ഈ സെഷൻ മിസ് ചെയ്തിരുന്നെങ്കിൽ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നഷ്ടമായി പോയി എന്ന് ഞാൻ പറയാം. വേറൊന്നും കൊണ്ടല്ല, നേരത്തെ നമ്മുടെ ഹിക്മത്ത് പറഞ്ഞതുപോലെ ഇത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാതെ പോവുകയാണെങ്കിൽ അത് മലയാള സാഹിത്യത്തിന് അല്ലെങ്കിൽ നാടക സാഹിത്യത്തിന് നഷ്ടമാണ്. കാരണം അത്ര പ്രതിഭാധനരായ 3 പേരാണ് ഇവിടെ ഇരിക്കുന്നത്.
നേരത്തെ പറഞ്ഞ ഞാനിതിൽ 2 പേരെ കുറിച്ച് എനിക്ക് അറിയുക പോലുമില്ല. കാരണം അത്രേ ഉള്ളൂ എൻ്റെ അറിവ്. സലാം കൊടിയത്തൂർ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലുമൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാംസ് കുറച്ച് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമികമായ ഒരു നാടക സങ്കേതം എന്നതിനപ്പുറം മലയാള നാടകത്തിലെ അതുല്യ പ്രതിഭകളാണ്, തർക്കമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസകരമാണ് ഫലിപ്പിക്കുക എന്നുള്ളത്. നമുക്ക് സെൻറ്റിമെൻറ്റ്സ് പെട്ടെന്ന് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷെ ഫലിതം അത് അസ്ഥാനത്തായാൽ വളിച്ചു പോകുന്ന സാധനമാണ്, ഭയങ്കര മോശമായിട്ട് റിയാക്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ആ ഫലിതത്തിലൂടെ ഇത്ര മനോഹരമായി ഈ ഒരു ശരിക്കും 1.25 മണിക്കൂർ കഴിഞ്ഞു, 1.5 മണിക്കൂറാകും, ഒരു സെക്കൻഡ് പോലും നമ്മൾ ബോറടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംഘാടകരോട് പറയാനുള്ളത് ഏറ്റവും വേഗം അറ്റ് ദി ഏർലിയസ്റ്റ് ഇവരുടേതായ എന്തൊക്കെ സംഗതികളുണ്ടോ അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം. അത് വരും തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സഹായമായിരിക്കുമെന്ന് പറയുന്നു. 3 പേർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒപ്പം അദ്ദേഹം മികച്ചൊരു ഗായകനാണ്, മനോഹരമായ ശബ്ദമാണ്. താങ്ക് യു. എൻ്റെ പേര് ഫാസിൽ കാട്ടുങ്കൽ. ഞാൻ ഫിലിം ഡയറക്ടറാണ്. 2 സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാഞ്ചീപുരത്തെ കല്യാണവും വൺസ് അപ്പോൺ എ ടൈം ദെർ വാസ് എ കള്ളനും. ഈ സക്കറിയ എനിക്കറിയാം. സക്കറിയ ആദ്യത്തെ പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ സിനിമ കണ്ടിട്ട് സക്കറിയയെ വിളിക്കുകയും പിന്നെ ആ കാലത്തൊക്കെ ഞാൻ ഫെഫ്കയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തുമായിട്ട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സെഷൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഒരു 10 മിനിറ്റ് അധികമായിട്ടുണ്ട്. ഇനി ഇവർ ഇതിൻ്റെ സമാപനം എന്നുള്ള അർത്ഥത്തിൽ നമ്മളോട് പുതിയ തലമുറ എന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങൾ പറയും. എന്തെങ്കിലും 1-2 വാക്യങ്ങൾ. അസ്സലാമു അലൈക്കും. വളരെ ഹൃദ്യമായ സന്തോഷകരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വിളിച്ചു തന്നത്. ഞാൻ പറഞ്ഞല്ലോ, നബി പറഞ്ഞു ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നല്ലത് പറയുക, നല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കലയും കലാപരിപാടികളും കലാസ്വാദനങ്ങളും ഒക്കെ അതുകൊണ്ടൊന്നും ഇപ്പോൾ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊരവസ്ഥയിലായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ സംഗമം വീണ്ടും അങ്ങോട്ടൊന്ന് തിരിച്ചു പോകണമോ എന്ന് തോന്നിപ്പോവുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ മകൻ്റെ പേരാണ് റഫീഖ്, ഞാൻ അബൂ റഫീഖാണ്. ഇതുവരെ അബൂ റഫീഖല്ല, ഇതുവരെ റഫീഖ് പോത്തുകല്ലായിരുന്നു. ഇപ്പോൾ അവൻ രംഗത്ത് വന്നപ്പോൾ ഞാൻ അബൂ റഫീഖ്, അബു ഇപ്പം കിട്ടിയതാ. എൻ്റെ പേര് കുഞ്ഞു മുഹമ്മദ് എന്നാണ്. അബൂ റഫീഖ് എന്ന് വരാൻ കാരണം മലർവാടിയിലെ കുറച്ച് കാലം അതിൻ്റെ കാർട്ടൂണിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്നു. പിന്നെ ഒരു കുട്ടി മാഷ തന്നെ വിളിച്ചിരുന്നത്. ഞാൻ അധ്യാപകനായ സ്ഥലത്തൊക്കെ പറഞ്ഞാൽ ഒന്നുകിൽ കുട്ടി ഉസ്താദ് അല്ലെങ്കിൽ കുട്ടി മാഷ്, അങ്ങനെ. അപ്പോൾ ഏതായാലും ഒന്നുകൂടി ഒരു പുനരാലോചനക്ക് കാരണമാകുന്ന ഒരു വേദിയായി മാറിയിരിക്കുന്നു. ഏതായാലും ഒരുപാട് അസുഖങ്ങളുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടുകയും എഴുതാനും വായിക്കുവാനും ചിന്തിക്കാനുമുള്ള ആ ഒരു ആഫിയത്ത് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം, ഈ കൂടിച്ചേരൽ അനുഗ്രഹീതമായ ക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. വാഹുദേവാന. റഫീഖ് സാഹിബ് നിന്നോണ്ടേ ഇപ്പോൾ നമ്മൾ ഇരുന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ജക്കരിയ ആണെങ്കിലും നേരത്തെ പേടിപ്പിച്ചിട്ടാണ് പോയത്. ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ ഉണ്ടാവില്ലെങ്കിലോ അവർക്കത് പറയാൻ, ജക്കരിയക്ക് ഇത് പറയാനുള്ള വേദി ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടേ അങ്ങനെയൊന്നും പോകില്ലടാ. ഞാൻ ഇവിടെ കുറച്ച് ചെറിയ കുട്ടികളുണ്ട്. ഞാൻ ഒരു ചെറിയ അനുഭവം കൂടി ഈ കൂട്ടത്തിൽ പങ്കുവെക്കാണ്. 2 മിനിറ്റ് അധികം എടുക്കും. 1985 എനിക്ക് റേഡിയോ പരിപാടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എപ്പോഴും റേഡിയോ ഇങ്ങനെ എടുത്ത് നടക്കും. ഇങ്ങനെ പോണ വഴിക്കൊക്കെ ബാറ്ററി ഇട്ടൊരു റേഡിയോ ഉണ്ടല്ലോ. എൻ്റെ ഉമ്മ പറയും ചെയ്യും, ഓന് റേഡിയോക്ക് പാലെടുത്ത് നടക്കുന്നതാണ്, മുലയെടുത്ത് നടക്കുന്നതെന്നാണ് പറയൽ. കുട്ടികളെ എടുത്ത് നടക്കുന്ന പോലെ എല്ലായിടത്തും റേഡിയോ കൊണ്ട് നടക്കും. അപ്പോൾ ഈ നാടകങ്ങളൊക്കെ തന്നെ കാണും, റേഡിയോയിലെ നാടകങ്ങളെല്ലാം കേൾക്കും. മൊത്തം പരിപാടി. ആ റേഡിയോ സ്റ്റേഷൻ പൂട്ടിയാൽ എൻ്റെ റേഡിയോ ഞാനും പൂട്ടുള്ളൂ, അല്ലെങ്കിൽ അത് തുറന്നിടണം.
അപ്പോൾ 1985 ഞാൻ ആകാശവാണിയിൽ കത്തെഴുതി. ഇപ്പോൾ അന്ന് കത്തെഴുതാനൊക്കെ അറിയുമ്പോൾ നിങ്ങളൊന്ന് പിന്നെ ആലോചിച്ചെടുക്കണം കേട്ടോ. ഇപ്പോഴത്തെ മാതിരിയുള്ള കാലമല്ല. അന്ന് പോസ്റ്റലായിട്ട് തന്നെ എഴുതണം. സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് തന്നെ കത്തെഴുതി. എനിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അവസരം തരണം എന്നിട്ട്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോം അയച്ചു തന്നവർ. ഈ ഫോം പൂരിപ്പിച്ച് അയക്കാനും പിന്നെ 5 ഉറുപ്പ്യൻ്റെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കോർട്ട് ഫീസ് സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേൾക്കണമെന്ന് എന്നാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഏതായാലും അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തിട്ട് പിന്നെ എന്നോട് പറഞ്ഞ് ശബ്ദ പരിശോധനയ്ക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്, പിന്നെ കുറേ കഴിഞ്ഞിട്ടുണ്ട്, 3-4 മാസം കഴിഞ്ഞിട്ടാണ് കത്ത് വരുന്നത്. ശബ്ദ പരിശോധനയ്ക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് കത്ത്. അപ്പോൾ ഈ ശബ്ദ പരിശോധന പറഞ്ഞിട്ട് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല, എന്താ ഇപ്പോൾ ഇതെന്നുള്ള. എനിക്ക് എൻ്റെ വാപ്പ എൻ്റെ ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് ECG എടുത്ത് ഒരു അനുഭവമുണ്ട്. അപ്പോൾ അന്ന് ആ പേപ്പറിൽ അങ്ങനെ നോക്കി, ECGൻ്റെ ആ ഗ്രാഫില്ലേ അങ്ങനെ പോണ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ എന്തോ പരിപാടി ആയിരിക്കും, അണ്ണാക്കിലെന്തോ കുത്തി കയറ്റിയിട്ടുള്ള ഈ ശബ്ദപരിശോധന അതൊക്കെ വിചാരിച്ചു. കാരണം ഇത് ഇന്നത്തെ മാതിരി ഗൂഗിളൊന്നും ഇല്ലല്ലോ സെർച്ച് ചെയ്യാൻ. പിന്നെ അനുഭവസ്ഥരല്ല ഇത് പറഞ്ഞു തന്നെ, ആരുള്ള അനുഭവസ്ഥർ ആകാശവാണിയായിട്ട് ബന്ധപ്പെട്ട ആരുമില്ല, ഒക്കെ കേൾവിക്കാരേ ഉള്ളൂ. ഏതായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് പോയി. ആകാശവാണി എവിടെയെന്നൊക്കെ പിന്നെ ബസ് ഇറങ്ങി, പാളയത്ത് ബസ് ഇറങ്ങി ഓട്ടോറിക്ഷക്കാരോടൊക്കെ ചോദിച്ചാൽ അവർ കൊണ്ടുപോയി ഇറക്കി തന്ന്. അവിടെ പോയി പിന്നെ ഒരു സ്ക്രിപ്റ്റ് തന്നവർ, ചുരുക്കി പറയാണ്, ഇടയിലുള്ള സംഭവങ്ങളൊന്നും പറയുന്നില്ല. സ്ക്രിപ്റ്റ് തന്ന് അതിൽ കുറേ സംഗതികളുണ്ട്, കുറേ പദങ്ങളുണ്ട്, കുറേ ഡയലോഗ്സുകൾ കുറേ ഉണ്ട്. ഒരു 5-6 പേജുള്ള സ്ക്രിപ്റ്റ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയ ആൾക്കാരെ തിരിച്ചു പോകുന്നത് കാണുന്നില്ല. നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അപ്പുറത്തൂടെ പോകുന്നത് കാണാം. മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം എന്താണ് നടക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പം ഞാൻ എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ അങ്ങനെ പോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് AC റൂമിൽ കയറുന്ന വന്നാണ്, സ്റ്റുഡിയോ, ആകാശവാണിയുടെ സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഘടിപ്പിച്ചിട്ട് നമ്മളെ ശബ്ദം അങ്ങനെ വരുമ്പോൾ ഗ്രാഫ് വെച്ചിട്ട് കൊള്ളാം, നല്ല ശബ്ദമാണ്, സെലക്ട് ചെയ്യുന്നൊക്കെ പറയുക ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്ന ഒരു ഹാളിൽ കയറി, ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ. അപ്പുറത്താണ് റെക്കോർഡിങ്. അവിടെ ഒരു കർട്ടൻ ഇട്ടുകൊണ്ട് നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളെ കാണുന്നില്ല. പിന്നെ അവിടെ നിന്നുള്ള സ്പീക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം ആ മൈക്കിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ 4 ഭാഗത്ത് നോക്കി, ആരാന്ന് പറയുന്നതെന്ന് അറിയുന്നില്ല. ഏതായാലും മൈക്കിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് ആ പേപ്പറിലുള്ള പദങ്ങളൊക്കെ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ആണ് ഇത് ഒരു മനസ്സിലാകുന്നത്. ഒരു പ്രിപ്പറേഷനും ഇല്ലല്ലോ. ചോദിക്കാൻ അവിടെ വന്ന ആൾക്കാർക്കും ഇന്ന പോലെ അല്ല എന്നെക്കാളും അന്തം കെട്ട ആൾക്കാരാണുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആർക്കും ഒരു ഐഡിയ ഇല്ല. ഏതായാലും പിന്നെ അതൊക്കെ വായിച്ചു. പിന്നെ അതിൽ ഡയലോഗ് വായിക്കുമെന്ന്. ഡയലോഗിൻ്റെ ഇതിൽ പറയണം കേട്ടോ. അങ്ങനെ അത് ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥ എത്തി. കാരണം ആകെ കൂടി പിന്നെ ഇത് ചെയ്തു, എല്ലാ കോൺഫിഡൻസും പോയിരുന്നു. അപ്പോൾ എന്നോട് തന്നെ ഓക്കെ പിന്നെ അറിയിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോരുകയും ചെയ്തു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കത്ത് വന്നു, ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടേ. പിന്നെ തങ്ങളെ പരിഗണിക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ട്, 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അപേക്ഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ ചിന്ത വിട്ടില്ല. പക്ഷേ ഈ സംഭവം ഒരൊറ്റ കുട്ടി അറിയില്ല കേട്ടോ, ഒരാളോടും പറഞ്ഞില്ല. കാരണം എന്താ പറഞ്ഞാൽ പിന്നെ അത് എന്തായും ചോദിച്ചു കൊടുക്കണ്ടല്ലോ. പിന്നെ ഞാൻ സ്കൂളിൽ ജോലി കയറി അധ്യാപകനായതിന് ശേഷമാണ് പിന്നെ ഞാൻ പഴയ സാധനം ഒന്ന് പിന്നെ അപേക്ഷിച്ചിട്ട്. അന്ന് 317 ആൾക്ക് 3 ദിവസത്തെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ എനിക്ക് ഐഡിയ കിട്ടിയല്ലോ, ശബ്ദപരിശോധന മറ്റേ ECG അല്ലാന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 370 ആൾക്കാർ അന്ന് 3 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള ടെസ്റ്റുകളാണ് അന്ന് പങ്കെടുത്തുന്നത്. പക്ഷെ അന്ന് ഇത് മനസ്സിലായത് സ്ഥിതിക്ക് ഞാൻ പിന്നെ ഒരുങ്ങി. ഈ ആദ്യത്തെ പദങ്ങളൊക്കെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചാരണ സ്ഫുടത, അതാണ് അക്ഷരസ്ഫുടത, ഉച്ചാരണ ശുദ്ധി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അധ്യാപകൻ, വിദ്യാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ വിദ്യാർത്ഥി എന്നൊക്കെയാണല്ലോ സാധാരണ പറയും, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറയല്. അപ്പോൾ ഈ വിദ്യാർത്ഥി ഇതൊക്കെ ഇവർ ശ്രദ്ധിക്കും. ആകാശവാണിൻ്റെ വാർത്ത ഞാൻ പിന്നെ ശേഷം വാർത്തകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവരെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കല് വളരെ ശ്രദ്ധാപൂർവ്വമാണ് അവരൊക്കെ ഇത് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ആ ടെസ്റ്റിങ്. പിന്നെ ഡയലോഗ്സിൻ്റെ കാര്യം, ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. പിന്നെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു, പിന്നെ ലെറ്റർ വന്നു, സെലക്ഷൻ കിട്ടി. ആകാശവാണിൻ്റെ ഡ്രാമ ആർട്ടിസ്റ്റായിട്ട് സെലക്ഷൻ കിട്ടി. 370 ആൾക്കാർ പങ്കെടുത്തതിൽ 17 ആൾക്കാരെയാണ് സെലക്ട് ചെയ്തത്. അതിലൊന്ന് ഞാനാണ്, ഏക മുസ്ലിം അന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് എത്ര കറക്റ്റ് എങ്ങനെ ചോദിച്ചാൽ അബ്ദുള്ള നന്മണ്ട എന്ന് പറയുന്ന ആളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ആകാശവാണിൻ്റെ പ്രോഗ്രാം ഡയറക്ടറായിരുന്നു. അദ്ദേഹമായിട്ട് എനിക്കൊരു പേഴ്സണൽ സൗഹൃദം ഈ പോക്കിലൂടെയൊക്കെ കിട്ടി. അന്ന് അദ്ദേഹമാണ് പറയുന്നത്,
370 ആൾക്കാരിൽ നിന്ന് 17 ആൾ തിരഞ്ഞെടുത്തതിലുള്ള ആളാണ് നിങ്ങളെന്നൊക്കെ എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തെ ഞാൻ പിന്നെ എൻ്റെ ഒരു ഫിലിമിൽ അഭിനയിക്കാൻ ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ കോംപ്ലിമെൻ്റ് ആയിട്ടൊന്നല്ല, കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. ഞാൻ ഈ കുട്ടികളോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഗതി പിന്നെ ചെയ്യാനേ വേറെ ആരെങ്കിലും തള്ളിക്കൊണ്ടുവരുമെന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിനുള്ള പണി തുടങ്ങുക. ഒരു കഥ പറഞ്ഞുതരാൻ, ഒരു കാട്ടിൽ തീപിടുത്തമുണ്ടായി. അങ്ങനെ കാട് കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ മൃഗങ്ങളും ഓടി രക്ഷപ്പെടുന്നു. കുറേ മൃഗങ്ങൾ പുറത്ത് പോയിട്ട് കാട്ടുതീ ഇങ്ങനെ നോക്കിക്കുക. ഈ സമയത്ത് ഒരു കുരുവി ആ നദിയിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് ഈ തീ അണക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുരങ്ങ് ചോദിക്കുന്നുണ്ട്, എന്ത് വിഡ്ഢിത്താണ് ചെയ്യുന്നത്? ഇത്രയും വലിയ കാട്ടുതീ നീ പോയിട്ട് ഒരു തുള്ളി വെള്ളം കുടഞ്ഞാൽ എന്താവാനാന്ന്. അപ്പോൾ ആ കുരുവി പറഞ്ഞൊരു മറുപടി, അതായത് ഈ ചരിത്രം എഴുതുമ്പോൾ, കാടിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഓടിപ്പോയവരുടെ കൂട്ടത്തിലും നോക്കി നിന്നവരുടെ കൂട്ടത്തിലും ഞാനുണ്ടാവരുത്. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചരിത്രം. ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്, നമ്മളൊരു ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ 60 വയസ്സ് വരെ അല്ലെങ്കിൽ 70 വയസ്സ് വരെ ജീവിക്കുമ്പോൾ, ഇപ്പോൾ നേരത്തെ റഫീഖ് സാഹിബ് പറഞ്ഞില്ലേ, വലിയ അക്കുൽ ഖൈറൻ ലവ്ലി യസ്മൂത്ത് തന്നെ ഉണ്ടാതെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇരിക്കണമെങ്കിൽ യാതൊരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നല്ല കാലം മുഴുവൻ മുമ്പൊരു ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞ ആളാണ്. നമ്മൾ ഇനി ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഒരു കുരുവിയുടെ റോളെങ്കിലും നമ്മളിൽ ഉണ്ടാവണം. അതിന് നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരുടെ സപ്പോർട്ട് വേണമെന്നോ പിന്തുണ വേണമെന്നോ പ്രോത്സാഹനം വേണമെന്നോ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യും. നമ്മുടെ സാധ്യതകളാണ് നമ്മുടെ ബാധ്യത. നമ്മുടെ സാധ്യതകളാണ് നമ്മുടെ ബാധ്യത. താങ്ക് യു. ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട്, ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട്. ലൈലാന്റെ ഖസ്റിൻ അലങ്കാരം കണ്ട്, ലൈലാന്റെ ഖസ്റിൻ അലങ്കാരം കണ്ട്. അതിനാല് നിസ്കാരം ജമ്മും കസറുണ്ട്, അതിനാല് നിസ്കാരം ജമ്മും കസറുണ്ട്. അവകാശിയായി ഞാനല്ലാതെ ആരുണ്ട്? ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്തു സുഖം. സക്കറാത്തുൽ മൗത്തെന്തു രസം. ഭ്രാന്തായാൽ എന്തു സുഖം. സക്കറാത്തുൽ മൗത്തെന്തു രസം. സക്കറാത്തുൽ മൗത്തെന്തു രസം.